Good afternoon, all. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് എങ്ങനെയാണ് നിങ്ങളോട് എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മൾ കമ്പൽസറി ആയിട്ട് പറയുകയാണ്. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യാൻ ശ്രമിക്കണം കേട്ടോ. കാരണം അത് നമുക്ക് കുറെ കംപ്ലൈൻസുകൾ ഒത്തിരി വരുന്നുണ്ട്. ലൈവ് ക്ലാസ്സിന്റെ അല്ല, ലൈവ് ക്ലാസ് കയറാതെ റെക്കോർഡ് ക്ലാസ് കാണുന്ന സ്റ്റുഡൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവർക്ക് കുറച്ച് ബ്രേക്ക് ഔട്ട് ആവുന്നു, സൗണ്ട്സ് അങ്ങനെ പ്രശ്നങ്ങൾ വരുന്നു, ഡിസ്റ്റർബൻസ് ആവുന്നു. നമുക്ക് ഒത്തിരി കംപ്ലൈൻസ് ആയി. സോ കമ്പൽസറി ആയിട്ട് തന്നെ എന്ത് ചെയ്യാം, നിങ്ങൾ മ്യൂട്ട് ചെയ്യുക. നമ്മുടെ ക്ലാസ്സിന് ശേഷം ലാസ്റ്റ് ഒരു 10 മിനിറ്റ്സ് നിങ്ങൾക്ക് ഡിസ്കഷനോ നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ക്ലാസ്സുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കഷൻ ചെയ്യാം കേട്ടോ. ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം. ഓക്കെ, പിന്നെ എന്തെങ്കിലും അത്യാവശ്യം വേണ്ടുന്ന ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ അതിനൊന്ന് റെസ്പോൺസ് ചെയ്യുക, അല്ലെങ്കിൽ കമന്റ്സ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും കമന്റ്സ് ഇടുകയോ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യണം. ദെൻ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഇനി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾ മ്യൂട്ട് കൊടുക്കുക കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനാണ് എടുത്തുകൊണ്ടിരുന്നത് അല്ലെ. നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. ദെൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യുന്നതാണ്. നമ്മൾ ഒരു കസ്റ്റമർ നമ്മൾ പറഞ്ഞ ഒരു ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ്, നമ്മൾ ഫസ്റ്റില് ഏറ്റവും അടുത്ത് അല്ലെങ്കിൽ നമ്മൾ ഒരു ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റ് ചെയ്യുമ്പോൾ ഒരു നന്നായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഹോസ്പിറ്റലിലെ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമാണ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് അല്ലെ. നമ്മൾ പറഞ്ഞ ഒരു ഹോസ്പിറ്റലില് ഒരു പേഷ്യന്റ് എന്തെങ്കിലും അസുഖമായിട്ട് നമ്മൾ പേഷ്യൻസ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മൾ ആദ്യം ചെല്ലുന്നത് റിസപ്ഷനിലേക്കാണ്, അതായത് ഫ്രണ്ട് ഓഫീസിലേക്കാണ്. ദെൻ അവിടെ നിന്നാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നതും അല്ലെങ്കിൽ ഒ പി ടിക്കറ്റ് എടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ ഫസ്റ്റിൽ ചെല്ലുമ്പോൾ നമ്മൾ ചെല്ലുന്ന ഒരു ഇടമാണ് ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. നമ്മൾ കോമൺ ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അല്ലെ. അവിടെ ഒരു സ്റ്റാഫ് ആയിരിക്കില്ല, ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിൽ 2-3 സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഓരോ സ്റ്റാഫിനും ഓരോരോ ചുമതലകൾ ഏർപ്പെടുത്തി കാണും അല്ലെ. ദെൻ നമ്മൾ കസ്റ്റമർ, എന്താണ് ഒരു കസ്റ്റമർ പ്രതീക്ഷിക്കുന്നത് ഞാൻ പറഞ്ഞു. അവിടെ കസ്റ്റമർ എന്ന് പറയുന്നത് നമ്മുടെ പേഷ്യന്റ് ആണ്. ദെൻ നമ്മൾ പറഞ്ഞു കസ്റ്റമർ എന്നുള്ളൊരു ടേം ഡിറൈവ്ഡ് ചെയ്തിരിക്കുന്നത് കസ്റ്റം എന്നൊരു വാക്കിൽ നിന്നാണ്. ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ് ഞാൻ പറഞ്ഞായിരുന്നു, നിങ്ങളോട് ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കണം. ദെൻ കസ്റ്റം മീൻസ് ഹാബിറ്റ് എന്നാണ് ഇതിന്റെ മീനിങ് വരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞായിരുന്നു, നമ്മളൊരു ഷോപ്പിൽ ചെന്നു, ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു, നമ്മൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ വീണ്ടും എന്ത് ചെയ്യും, ആ ഷോപ്പിൽ തന്നെ പർച്ചേസ് ചെയ്യും എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ അവിടെ ഒരു ഷോപ്പ് കീപ്പറും കസ്റ്റമറും തമ്മിൽ നല്ലൊരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്നു. ദെൻ നമ്മൾ കസ്റ്റമർ സർവീസ് എന്താണെന്ന് നോക്കിയായിരുന്നു. കസ്റ്റമർ സർവീസ് മീൻസ് നമ്മൾ പറഞ്ഞു ആരാണോ അല്ലെങ്കിൽ ഒരു സാധനങ്ങളോ അല്ലെങ്കിൽ സേവനങ്ങളോ വാങ്ങുന്നതിന് മുൻപും സാധനം പർച്ചേസ് ചെയ്യുന്നതിന് മുൻപും ശേഷവും ആ ഒരു സംതൃപ്തിയാണ്, അല്ലെങ്കിൽ അത് കസ്റ്റമർ സർവീസ് എന്ന് പറഞ്ഞാൽ കസ്റ്റമറിന് സാറ്റിസ്ഫൈഡ് ആകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ദെൻ നമ്മൾ അവിടെ ഒരു മെയിൻ ആയിട്ട് ഒരു ടർബൻ ആക്ട് 2002 പറ്റി പറഞ്ഞായിരുന്നു. ടർബൻ ആക്ട് ഞാൻ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കണം എന്ന് പറഞ്ഞായിരുന്നു. എത്ര പേര് നോക്കിയിട്ടുണ്ടെന്ന് എനിക്ക് അറിയില്ല. നിങ്ങൾ ഇനി നോക്കാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ ഗൂഗിളിൽ എന്ത് ചെയ്യാം, ഒന്ന് ടർബൻ ആക്ട് എന്നൊന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പൊ 2002 അല്ലെങ്കിൽ 2000, 2018 അങ്ങനെ ഓരോ ഇയറിൽ വന്നിട്ടുള്ള ടർബൻ ആക്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി അങ്ങനെ ഇതുവരെ നോക്കിയിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഫ്രീ ആവുന്ന ടൈമിൽ ക്ലാസ് കഴിഞ്ഞിട്ടോ എപ്പോഴാണ് ഫ്രീ ആവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നെക്സ്റ്റ് ക്ലാസ്സിലൊന്ന് നോക്കിയിട്ട് വരണം കേട്ടോ. ദെൻ നമ്മളപ്പോൾ ടർബൻ ആക്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു. കസ്റ്റമേഴ്സിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം, അവർക്ക് നല്ല രീതിയിൽ ഒരു സർവീസ് കിട്ടിയിട്ടുണ്ടെന്ന് ഒരു ഫീൽ ചെയ്യണം അല്ലെ. ദെൻ പിന്നെ നമ്മൾ നോക്കിയത് മെയിനായിട്ട് CRM ആയിരുന്നു അല്ലെ. CRM മീൻസ് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് വരുന്ന അല്ലെങ്കിൽ ഒരു പേഷ്യൻസിനെ സംബന്ധിച്ച് റെക്കോർഡ്സ് ഒരു പ്രോപ്പർ ആയിട്ടുള്ള എല്ലാ ഒരു കോംപ്രഹെൻസീവ് ഒരു പേഷ്യൻസിനോട് സോഫ്റ്റ്വെയർ കസ്റ്റമർ റിലേറ്റഡ്. ഓക്കെ, ഒരു നമ്മൾ കോമൺ ആയിട്ട് വരുന്ന ഒരു പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ഓവർവ്യൂ അല്ലെ. ഒരു മെഡിക്കൽ ഹിസ്റ്ററി ആയിക്കോട്ടെ, അപ്പോയിന്റ്മെന്റ്സ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഉൾക്കൊള്ളുന്ന ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ് CRM എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു CRM എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. ഒത്തിരി നേട്ടങ്ങൾ നമുക്ക് അത് മൂലമുണ്ടെന്ന് നമ്മൾ പറഞ്ഞു. കുറച്ച് അഡ്വാൻറ്റേജസുകൾ നമ്മൾ പറഞ്ഞായിരുന്നു CRM-ന്റെ അല്ലെ. നമ്മൾ പറഞ്ഞു പേഷ്യന്റ് മാനേജ്മെന്റിന്റെ സ്റ്റാഫുകളും അല്ലെങ്കിൽ മൾട്ടി ഡിപ്പാർട്ട്മെന്റ് തമ്മിലുള്ള ഒരു മറ്റു ഡിപ്പാർട്ട്മെന്റ്സും ആയിട്ട് നല്ലൊരു രീതിയിൽ ഒരു
സഹവർത്തിത്വം നിലനിർത്താനും ഇങ്ങനെയുള്ള ഒരു CRM ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു. ദെൻ CRM സിസ്റ്റം പിന്നെ നമ്മൾ ഒത്തിരി അതിന്റെ സേവ് ടൈം ചെയ്യും, റിസോഴ്സസിനെ സേവ് ചെയ്യുന്നു, കമ്മ്യൂണിക്കേഷൻ ഇംപ്രൂവ് ചെയ്യുന്നു, ഇറ്റ് ഓൾസോ ഫ്രണ്ട് ഓഫീസിനെയും ബാക്ക് ഓഫീസിനെയും കണക്ട് ചെയ്യുന്നു അല്ലെ. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു CRMന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ദെൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് എനിക്ക് തോന്നുന്നു ഇന്ത്യക്ക് ആയപ്പോഴാണ് ഈ ഒരു സെക്ഷൻ എടുത്തു വന്നത്. ദെൻ നമ്മൾ ഈ പറഞ്ഞ ഒരു CRM സോഫ്റ്റ്വെയറിന്റെ ഒരു സാമ്പിൾ ആണ്, പിക്ചറാണ്. നിങ്ങൾക്ക് പിക്ചറിൽ ഒത്തിരി ഡീറ്റെയിൽസ് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലെ. ഇപ്പൊ പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന പേര്, അല്ലെങ്കിൽ ജെൻഡർ ഫീമെയിൽ ആണോ മെയിൽ ആണോ, ഇപ്പോ ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്, സിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസും, ദെൻ മെഡിസിന്റെ അല്ലെ ഡ്രഗ്സ് റിപ്പോർട്ട്സ്. നമ്മൾ പറഞ്ഞു പേഴ്സണൽ ഡാറ്റ മാത്രമല്ല, ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന ഒരു ഓവർവ്യൂ ആയിട്ടുള്ള എല്ലാ തരത്തിലുള്ള ഒരു ഇൻഫോർമേഷൻസ്, അപ്പോയിന്റ്മെന്റ്സും അല്ലെങ്കിൽ ഏതൊക്കെ ഡോക്ടർ നമ്മൾ കാണുന്നു, ഇനി വേറെ കാര്യങ്ങളും, മെഡിസിൻസും ട്രീറ്റ്മെന്റ്സിന്റെ കാര്യങ്ങളും എല്ലാം കൂടി ഉൾപ്പെടുന്നതാണ് ഈ ഒരു CRM സോഫ്റ്റ്വെയർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. നെക്സ്റ്റ് ഇതുപോലെ അപ്പോയിന്റ്മെന്റ്സിന്റെ ഡീറ്റെയിൽസ് ആണ് ഈ ഒരു ഫോമിൽ ഇട്ടിരിക്കുന്നത് അല്ലെ. ഇപ്പോ മെമ്പർഷിപ്പ് ID ഉണ്ടെങ്കിൽ അത് നെയിം, ഡേറ്റ്, ടൈം, അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് പരമായിട്ടുള്ള ബാക്കി കാര്യങ്ങളൊക്കെയാണ് ആ ഒരു CRM ഷീറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം. അടുത്തതിലോട്ട് പോണേ കേട്ടോ. വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ദ ഫ്രണ്ട് ഓഫീസ്. വൈറ്റൽ ഫങ്ഷൻസ്, വൈറ്റൽ മീൻസ് എന്താ പറയാ, ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്താ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്ന സുപ്രധാനമായിട്ടുള്ള ചുമതലകൾ. എന്തിന്റെയാണ്? ഫ്രണ്ട് ഓഫീസിന്റെ ചുമതലകൾ. എന്തൊക്കെയാണ് അവരുടെ പ്രത്യേകമായിട്ടുള്ള ഫങ്ഷൻസ് എന്നാണ് നമ്മൾ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് എന്നാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, ഒരു പോയിന്റ്സ് ആണ്, നമുക്ക് വിശദീകരിക്കാം. First point, to identify and analyze customer needs and problems. To identify and analyze customer needs and problems. Customer means നമുക്കറിയാം patient ആണ് അല്ലെ. ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് കസ്റ്റമർ എന്ന് പറയുന്നത് പേഷ്യന്റ് ആണ്. സോ പേഷ്യന്റിന്റെ നീഡ്സ്, അവരുടെ ആവശ്യങ്ങൾ എന്താണ്, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലംസ്, എന്തെങ്കിലും അവർക്ക് പ്രോബ്ലംസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റി അറിയാവുന്നുണ്ടോ, അല്ലെങ്കിൽ നീഡ്സ്. ചിലപ്പോ ചില കസ്റ്റമർക്ക് നമുക്കറിയാം അവർക്ക് ചിലപ്പോ എല്ലാവർക്കും ഒരേ ലെവലായിരിക്കില്ലല്ലോ അറിവ് അല്ലെ. ഇച്ചിരി പ്രായം ചെന്നവർക്കും അങ്ങനെയുള്ളവർക്കൊക്കെ നമുക്ക് ചിലപ്പോ രോഗ ഡീറ്റെയിൽസും കാര്യങ്ങളോ അല്ലെങ്കിൽ ഏത് ഡോക്ടറെ കാണണമെന്ന് പോലും അറിയാത്ത പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മൾ അവരെ ചിലപ്പോൾ ഫ്രണ്ട് ഓഫീസിൽ ചോദിക്കും, ഞങ്ങൾക്ക് ഇന്ന അസുഖമാണ്, അപ്പോ ഏത് ഡോക്ടറെ കാണേണ്ടത്, അതിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ടോ എന്നൊക്കെ. അതിനുള്ള അറിവൊന്നും ഇല്ലാത്തവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പോ അങ്ങനെയുള്ളവരുടെയൊക്കെ അല്ലെങ്കിൽ എല്ലാ പേഷ്യൻസിന്റെയും അവരുടെ ആവശ്യം എന്താണ്, അല്ലെങ്കിൽ അവരുടെ പ്രോബ്ലം എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിനെ ഐഡന്റിഫൈ ചെയ്യാനും അത് മനസ്സിലാക്കാനും അതൊന്ന് അനലൈസ് ചെയ്യണം, ഒന്ന് വിശകലനം ചെയ്യണം. അതായത് അതിനൊരു മറുപടിയും കൊടുത്ത് ഇന്ന കാര്യങ്ങള് ഇതുപോലെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞൊരു വിശകലനം കൂടി കൊടുക്കണം. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫസ്റ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് ഫംഗ്ഷൻ നോക്കാം. റെക്കഗ്നൈസ് ദ മോസ്റ്റ് കോമൺ റീസൺസ് ഫോർ കസ്റ്റമർ കംപ്ലൈന്റ്സ്. റെക്കഗ്നൈസ് മോസ്റ്റ് കോമൺ റീസൺ, ഏറ്റവും പ്രധാനമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള കാരണം കണ്ടെത്തുക. എന്തിന്റെ കാരണം? കസ്റ്റമർ കംപ്ലൈന്റ്സ്. കസ്റ്റമറിന്റെ കംപ്ലൈന്റ്സ് ഒരുപാട് വരുന്നുണ്ടെങ്കിൽ എന്താണ് ഈ കംപ്ലൈന്റ്സിന്റെ അടിസ്ഥാനം? എന്തെങ്കിലും ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണോ ഇങ്ങനെയുള്ള കംപ്ലൈന്റ്സിന് വരുന്നത്, അല്ലെങ്കിൽ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നാണോ, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നാണോ, എന്താണ് ഒരു മെയിൻ ആയിട്ടുള്ള പ്രോബ്ലം എന്ന് അതിനൊന്ന് റെക്കഗ്നൈസ് ചെയ്യുക. മൂന്നാമത്തെ പോയിന്റ് നോക്കാം. ഡിസ്കവർ ടെക്നിക്സ് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്സ്. ഡിസ്കവർ ടെക്നിക് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ് അല്ലെ. ഡിസ്കവർ മീൻസ് കണ്ടുപിടിക്കുക. അതായത് ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്, അതായത് കസ്റ്റമർ നമ്മളെ വിട്ടു പോകാതെ, വേറൊരു ഹോസ്പിറ്റലിലേക്ക് പോകാതെ നമ്മളുടെ ഹോസ്പിറ്റലിൽ തന്നെ തുടർന്ന് പോകാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള പുതിയ പുതിയ ടെക്നിക്സുകളും കാര്യങ്ങളും ഡിസ്കവർ ചെയ്യുക, കണ്ടെത്തണം അല്ലെ. കണ്ടെത്തുക മീൻസ് എന്താണ്? ഇങ്ങനെയുള്ള പുതിയ പുതിയ ആശയങ്ങൾ മുന്നോട്ട് വെക്കണം, അല്ലെങ്കിൽ സർവീസസ് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യണം അല്ലെ. അപ്പൊ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പുതിയ ടെക്നിക്സുകളൊക്കെ കൊണ്ടുവരിക. Then access your communication style and use two-way communication skill to level with people, to accept feedback from them and to discuss problems അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആക്സസ് യുവർ കമ്മ്യൂണിക്കേഷൻ, അതായത് എന്താണ്? ഒരു നമുക്കറിയാം ആക്സസ് നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, അതായത് ഹോസ്പിറ്റലിന്റെ ആ ഒരു ഫ്രണ്ട് ഓഫീസിന്റെ കമ്മ്യൂണിക്കേഷൻ. ടു-വേ കമ്മ്യൂണിക്കേഷൻ മീൻസ് പേഷ്യന്റും ഈ ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ്സും അല്ലെ, അവര് തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ അതിന്റെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്റ്റൈലൊന്നും മാറ്റം വരുത്തി മുന്നോട്ട് പോകണം. അതായത് ടു ലെവൽ വിത്ത് പീപ്പിൾ,
ഞാൻ പറഞ്ഞു എല്ലാ പീപ്പിളും ഒരേ ലെവലായിരിക്കില്ല അല്ലെ. പലവർക്കും ചിലവർക്ക് കുറച്ചെങ്കിലും ഹോസ്പിറ്റലായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള അറിവുകളും കാര്യങ്ങളും നോളജ് ഒക്കെ ഉണ്ടാവും. ചില പേഷ്യൻസിന് ഒട്ടും തന്നെ അങ്ങനെ അറിയാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ള അവരുടെ ഒരു എന്താ പറയാ അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് ഒന്ന് ഡിസ്കസ് ചെയ്യാം അല്ലെ. ദെൻ അവരുടെ ഒരു ഫീഡ്ബാക്ക് മനസ്സിലാക്കണം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ തന്നെയാണ് ശരിയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. സോ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് അറിയണം. അവരുടെ ഫീഡ്ബാക്ക് അല്ലേ നമുക്ക് വേണ്ടത്. അപ്പോ പേഷ്യൻസിന്റെ ഫീഡ്ബാക്ക് എന്താണെന്ന് അറിയുക. ദെൻ പല ലെവലിലുള്ള പീപ്പിൾസ് ഉണ്ടാവും. സോ അവരുടെ പ്രശ്നങ്ങൾ ഒന്ന് മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രോബ്ലംസ് എന്താണെന്ന് അറിഞ്ഞൊന്ന് ഡിസ്കസ് ചെയ്തിട്ട് അങ്ങനെ ഒരു നല്ലൊരു രീതിയിലുള്ള ഒരു 2-way കമ്മ്യൂണിക്കേഷൻ ആയിരിക്കണം അവർ പേഷ്യൻസിനും ആ ഒരു ഡിപ്പാർട്ട്മെന്റ്സിലും ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫുകൾക്കും ഇടയിൽ വേണ്ടത്. നാലാമത്തെ പോയിന്റ് നോക്കാം. Identify specific problems in your customer service program and apply treatment. ഇനി എന്താണ് ഒരു ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലം, എന്താണ് നമ്മളുടെ ആ ഒരു കസ്റ്റമറിന്റെ പേഷ്യന്റിന്റെ സ്പെസിഫിക് പ്രോബ്ലം എന്താണെന്ന് ഐഡന്റിഫൈ ചെയ്യാം, ഒന്ന് മനസ്സിലാക്കുക. ദെൻ പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്. ദെൻ അതിന് വേണ്ടിയിട്ടുള്ള ചികിത്സ എന്താണോ അത് പ്രയോഗിക്കണം. മീൻസ് ആ ട്രീറ്റ്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണോ അല്ലെങ്കിൽ ഏത് ഡോക്ടറെയാണോ കാണേണ്ടത്, ഈ അസുഖമാണെന്നെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡോക്ടർ സജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കുക, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് അപ്ലൈ ചെയ്യുക. ഓക്കെ, ഇതാണ് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് എന്ന് പറയുന്നത്. പോയിന്റ്സ് ഒന്നും കൂടി വായിക്കാം, നിങ്ങൾ മീനിങ് ഒന്ന് മനസ്സിലാക്കണം. ഓക്കെ, ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു. ഇനി നമുക്ക് ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. നോക്കാം. To identify and analyze customer needs and problems, recognize and most common reason of customer complaints, discover technique to cultivate the maintain special customer relationships, access your communication style and use two-way communication skills to level with people, to accept feedback from them and to discuss problems, identify specific problems in your customer service program and apply treatment. അപ്പൊ ഇത്രയുമാണ് നമ്മളുടെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. വൈറ്റൽ ഫങ്ഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഒരു 5 പോയിന്റ്സ് ആണ് അല്ലെങ്കിൽ 5 ഫങ്ഷൻസ് ആണ് പ്രധാനമായിട്ടുള്ള ഒരു ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ദെൻ ഇനി നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഇൻ ഹോസ്പിറ്റൽ. വീണ്ടും നമ്മൾ ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഇവിടെ ഓരോ കാര്യങ്ങളിലും സെപ്പറേറ്റ് ചെയ്താണ് പറയുന്നത്. ഇവിടെ നമ്മൾ പറഞ്ഞത് മെയിൻ ആയിട്ട് കോമൺ ആയിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. സുപ്രധാനമായിട്ടുള്ള കോമൺ ആയിട്ട് വരുന്ന ഫങ്ഷൻസ് ആണ് പറയുന്നത്. ഇവിടെയും ഫങ്ഷൻസ് തന്നെയാണ്, പക്ഷേ ഓരോ ഡിപ്പാർട്ട്മെന്റിനെ കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്തിട്ടാണ് പറയുന്നത്. ഓക്കെ, നോക്കാം. ഫസ്റ്റ് പോയിന്റ് രജിസ്ട്രേഷൻ. നമുക്കറിയാം ഫ്രണ്ട് ഓഫീസിലല്ലേ നമ്മൾ പേഷ്യൻസിനെ കാണാൻ ചെല്ലുമ്പോൾ നമ്മളുടെ ഡീറ്റെയിൽസും പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് രജിസ്റ്റർ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഒരു ഫംഗ്ഷൻ ആണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. The patient just coming for treatment or willing to show a consultant. വേറൊന്നല്ല ഇവിടെ പറയുന്നത് പേഷ്യന്റ്. ജസ്റ്റ് മീൻസ് ഇവിടെ ഗസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പേഷ്യന്റ് തന്നെയാണ്, അല്ലെങ്കിൽ പേഷ്യന്റ് ഗസ്റ്റ് എന്ന് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പോ പേഷ്യന്റ് അല്ലെങ്കിൽ ജസ്റ്റ് ഫോർ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാണല്ലോ ഹോസ്പിറ്റലിൽ വരുന്നത്. വില്ലിംഗ് ടു ഷോ എ കൺസൾട്ടന്റ്. അതായത് നമ്മൾ പറഞ്ഞു ചികിത്സയ്ക്ക് വരുന്ന അല്ലെങ്കിൽ ആ ഒരു രോഗിയെ കാണിക്കാൻ തയ്യാറാകുന്ന അല്ലെങ്കിൽ വില്ലിംഗ് ടു ഡോക്ടറെ കാണാനായിട്ട് തയ്യാറായി വരുന്ന അവർക്കാണ് ഈ രജിസ്ട്രേഷൻ കൊടുക്കുന്നത്. ഇനി രജിസ്റ്ററിംഗ് ഗസ്റ്റ്സ് എങ്ങനെയൊക്കെയാണ് രജിസ്റ്റർ ചെയ്യുന്നതെന്ന് കേട്ടോ. The hospital needs to keep a complete register of guests essential for other department as well. അല്ലെ, ഹോസ്പിറ്റല് ഇവിടെ നമ്മുടെ ഫ്രണ്ട് ഓഫീസിൽ നമ്മളുടെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യാറുണ്ട്. നമ്മളുടെ അഡ്രസ്സും മറ്റു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മളുടെ പേരും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. ഈ ഒരു ഹോസ്പിറ്റലിൽ ഇങ്ങനെ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അത് ഡിപ്പാർട്ട്മെന്റ് ആസ് വെൽ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് കൂടി അവരുടെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു രജിസ്ട്രേഷൻ സൂക്ഷിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ പറഞ്ഞു നമ്മളൊരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ദിവസം ഫാർമസിയിലേക്ക് മരുന്ന് വാങ്ങിക്കുമ്പോൾ അല്ലെങ്കിൽ എന്താ പറയാ മരുന്ന് വാങ്ങിക്കാൻ ചെല്ലുമ്പോൾ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. ഓൾറെഡി എന്താണ് ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് അല്ലെങ്കിൽ ഡോക്ടർ എഴുതുന്ന പ്രിസ്ക്രിപ്ഷൻസും കാര്യങ്ങളും ആ ഒരു ഫാർമസിയിലത്തെ ആ ഒരു സിസ്റ്റത്തിലൊക്കെ മെയിൽ ചെയ്തിട്ടുണ്ടാകും അല്ലെ. അപ്പൊ അവർ അതനുസരിച്ചിട്ടാണ് നമുക്ക് മെഡിസിൻസ് കാര്യങ്ങളും തരുന്നത് അല്ലെ. എഴുതൂല മാഡം, ചില പ്രിസ്ക്രിപ്ഷനിൽ അവർ എഴുതൂലല്ല, അവര് ആ പേപ്പറിൽ തന്നെ എഴുതി വിടുമല്ലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു എല്ലാ ഹോസ്പിറ്റലുകളിലും അവൈലബിൾ അല്ല. പക്ഷേ ഒട്ടുമിക്ക ഹോസ്പിറ്റലുകളിലും എന്താണ് ഞാൻ പറഞ്ഞിരുന്നു, മിക്ക ഹോസ്പിറ്റലിലും കമ്പ്യൂട്ടറൈസ്ഡ് ആണ്. സോ
അത്യാവശ്യം എല്ലാ ഹോസ്പിറ്റലും എനിക്ക് തോന്നുന്നു അങ്ങനെ ചീട്ട് കൊണ്ട് വരുന്ന ഒരു പഴയ ആ ഒരു ശൈലി ഇപ്പൊ കുറച്ച് മാറി വന്നിട്ടുണ്ട്, ഡിഫറെന്റ് ആയിട്ട് കുറച്ചെങ്കിലും വ്യത്യാസം ഉണ്ട്. പിന്നെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഹോസ്പിറ്റലിലൊക്കെ ആ ഒരു പഴയ മെത്തേഡ് തന്നെ ആയിരിക്കും ഇപ്പോഴും കീപ്പ് ചെയ്യുന്നത്. എങ്കിലും ഓൾമോസ്റ്റ് എനിക്ക് തോന്നുന്നു കമ്പ്യൂട്ടറൈസ്ഡ് ആണ് ഒരുവിധം ഹോസ്പിറ്റലുകൾ. ഓക്കെ, അപ്പൊ പറഞ്ഞത് മറ്റു ഡിപ്പാർട്ട്മെന്റ്സിലും കൂടി അത് രജിസ്റ്റർ ചെയ്യണം. ഇനി എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, പാർട്ട്, ഡയഗ്നോസ്റ്റിക് ആൻഡ് അതേഴ്സ്. മെഡിക്കൽ റെക്കോർഡ്സുകളും കാര്യങ്ങളും, പിന്നെ അഡ്മിഷന്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളും, ഇനി ബില്ല്, എന്തെങ്കിലും പേയ്മെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ, എക്സ്ട്രാ എക്സ്പ്ലനേഷൻ വേണ്ടാലോ ബില്ല്. ഇനി വാർഡ് അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ടെസ്റ്റുകളുടെ റിസൾട്ടുകളും കാര്യങ്ങളും മറ്റും ഇതില് എൻട്രി ചെയ്യുന്ന പറഞ്ഞില്ല. ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇങ്ങനെയുള്ള ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് ഓവർവ്യൂ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവര് ആ ഒരു സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാകും. നമ്മളെ സംബന്ധിച്ചിട്ടുള്ള മീൻസ് പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന കാര്യങ്ങൾ, ടെസ്റ്റുകളും അല്ലെങ്കിൽ മറ്റു എന്തെങ്കിലും പേഷ്യൻസിനെ സംബന്ധിച്ച് വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് അവര് രജിസ്റ്റർ ചെയ്യുന്നത്. ഡാറ്റ നീഡ് ഫോർ രജിസ്ട്രേഷൻ. ഇനി എന്തൊക്കെയാണ് രജിസ്ട്രേഷൻ വേണ്ടത്, ഡാറ്റകൾ എങ്ങനെയൊക്കെയാണ് നോക്കാം. പേഴ്സണൽ ഡാറ്റ. നമ്മൾ പേഴ്സണൽ ഡാറ്റ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അല്ലെ, എനി ഇൻഫർമേഷൻ റിലേറ്റിംഗ് ടു ആൻ ഐഡന്റിഫൈഡ് ഓർ ഐഡന്റിഫൈബിൾ നാച്ചുറൽ പേഴ്സൺ. ഒരു വ്യക്തിയെ തിരിച്ചറിയാൻ തക്ക രീതിയിലുള്ള ഡീറ്റെയിൽസ് ആണ് പേഴ്സണൽ ഡാറ്റയിൽ ഉൾക്കൊള്ളിക്കുന്നത്. എക്സാമ്പിൾ നെയിം, അഡ്രസ്, ഫോൺ നമ്പർ അല്ലെ. ഒരാളുടെ പേര്, അഡ്രസ്, ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ ഒരു ഓവറോൾ അയാളെ പറ്റിയുള്ള ഒരു ചെറിയ ഡീറ്റെയിൽ ആയില്ലേ, അയാളുടെ ഒരു പേഴ്സണൽ ഡാറ്റയാണ് അല്ലെ. അപ്പൊ പേഴ്സണൽ ഡാറ്റ എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നെയിം, അഡ്രസ്, നമ്മുടെ ഒരു വ്യക്തിയെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കണം. ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കുന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള ഒരു കുറച്ച് നെയിമും അഡ്രസ്സും ഫോൺ നമ്പറും തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നതാണ് എന്ത് പേഴ്സണൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ്. ഇൻഫർമേഷൻ ടു ദ ഗസ്റ്റ് മീൻസ് ഇൻഫർമേഷൻസ്. എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് നമുക്ക് പേഷ്യൻസിനെ സംബന്ധിച്ച് നമുക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇൻഫർമേഷൻസ് അവർക്ക് എന്തൊക്കെയാണ് ഇൻഫർമേഷൻസ് കൊടുക്കേണ്ടതെന്നാണ് നെക്സ്റ്റ് പറയുന്നത്. നോക്കാം. താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്, അതർ പാക്കേജസ്, അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, ഡയഗ്നോസ്റ്റിക്സ്, എമർജൻസി, ഇൻപേഷ്യൻസ് അല്ലെ. നോക്കാം. താരിഫ് മീൻസ് താരിഫ് നമുക്കറിയാം ഈ ടാക്സ് കാര്യങ്ങൾ സംബന്ധിച്ച് വരുന്ന അങ്ങനെയുള്ള കുറച്ച് കേസസ് ഒക്കെ ഇല്ല, ചില വലിയ വലിയ കേസസിനൊക്കെ അങ്ങനെയുള്ളതൊക്കെയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് ഇതിൽ അത്യാവശ്യം നിങ്ങൾ പോയിന്റ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും വേണ്ട. ഓരോ പോയിന്റ്സിലും സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് പറയുന്നുണ്ടല്ലോ ഓരോ പോയിന്റ്സും. ഇപ്പൊ പേഴ്സണൽ ഡാറ്റയിൽ ഉൾക്കൊള്ളുന്ന കാര്യങ്ങള് അല്ലെങ്കിൽ രജിസ്റ്ററിംഗ് ഗസ്റ്റിൽ വരുന്ന കുറച്ച് കാര്യങ്ങള് എന്തൊക്കെയാണ് നിങ്ങൾ പ്രോപ്പർ ആയിട്ട് പോയിന്റ്സ് മാത്രം ഒന്ന് ബൈഹാർട്ട് ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ജസ്റ്റ് മീനിങ് പറഞ്ഞു പോകുന്നുള്ളൂ. നിങ്ങൾ അത് ഓവറായിട്ട് എന്താ കുറെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല. പോയിന്റ്സ് മാത്രം നമുക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ആയതുകൊണ്ട് പോയിന്റ്സ് മാത്രം നിങ്ങൾ പോകുക. അതാണ് എക്സ്ട്രാ നമുക്ക് നോട്ട്സിന്റെ ആവശ്യമൊന്നും ഇവിടെ തരാത്തത് കേട്ടോ. അപ്പൊ താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്. ഇപ്പോ നമ്മൾ ഉയർന്ന ഇത്തിരി മുതിർന്നവരുടെ ഒക്കെ ക്ലബും കാര്യങ്ങളൊക്കെ ആ ഹോസ്പിറ്റലിൽ ഓൾറെഡി ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതർ പാക്കേജസ്. നമ്മളിപ്പോ ഡെലിവറി പാക്കേജസ് ഒക്കെ ചില ഹോസ്പിറ്റലിലൊക്കെ അവൈലബിൾ ആണ് അല്ലെ. അതായത് ഡെലിവറി ആ പാക്കേജ്, അതായത് നമ്മൾ ഇത്ര ദിവസം കിടക്കുന്നു അല്ലെങ്കിൽ ആ ഒരു റൂമിന്റെ റെന്റും മൊത്തത്തിലുള്ള ഒരു പാക്കേജിന്റെ ഒരു എമൗണ്ട് ആണ് അവർ പറയുന്നത് ആ ഒരു പാക്കേജിലൂടെ അല്ലെ. സോ അങ്ങനെയുള്ള പാക്കേജസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് പേഷ്യൻസിന് ഇൻഫോം ചെയ്തൊന്ന് പറഞ്ഞു കൊടുക്കുക. അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറിയോ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളിലോ എന്തെങ്കിലും വ്യത്യാസങ്ങളോ, അതുപോലെ ചിലപ്പോ എത്ര ശതമാനം അങ്ങനെ കുറവ്, പൈസ കുറവ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ. ചിലപ്പോ ചില ടൈമിലൊക്കെ അങ്ങനെ അവൈലബിൾ ആക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ അല്ലെങ്കിൽ 20% നമുക്ക് കുറച്ചാണ് അതിന്റെ ഫീസ് വാങ്ങിക്കുന്നത് എന്നൊക്കെ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ വല്ല ഫ്രീ ടെസ്റ്റുകളൊക്കെ ചെയ്യുന്നുണ്ടോ, അങ്ങനെ ക്യാമ്പുകൾ നടത്തുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതൊക്കെ ഒന്ന് പേഷ്യൻസിനെ അറിയിക്കണം, ഇൻഫോം ചെയ്യണം. എമർജൻസി, ഇൻപേഷ്യൻസ്. ഇനി എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ എമർജൻസി ആയിട്ടും എന്തെങ്കിലും ആ ഒരു ഡിപ്പാർട്ട്മെന്റിൽ അവർ പുതിയതായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, ബാക്കി പ്രോസസ്സുകളും കാര്യങ്ങളും ചെയ്യേണ്ടത്, അതൊക്കെ നമ്മൾ ചെയ്ത് കൊടുക്കണം, ഇൻഫോം ചെയ്ത് കൊടുക്കണം. ഗസ്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റ് ആണ് കേട്ടോ. അവർക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫിനാണ്. ഇൻപേഷ്യൻ മീൻസ് ഇൻപേഷ്യൻ
ഇൻപേഷ്യന്റ് എന്ന് പറഞ്ഞാൽ അവിടെ കിടക്കുന്ന പേഷ്യൻസിനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻഫോർമേഷൻ ചെയ്ത് കൊടുക്കുക. നിങ്ങളൊന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത് കേട്ടോ. എന്തൊക്കെയാണ് പേഷ്യൻസിന് നമ്മൾ ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞത്. Then next, ക്യാഷ് കളക്ഷൻ. എന്താണ് ക്യാഷ് കളക്ഷനിൽ വരുന്നത് നോക്കാം. The registered amount to be collected from the guest and should be deposited to the cash at the end of the day before closing counter handover at another person. അതായത് നമ്മൾ പറഞ്ഞു ഒരു ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ആ ഒരു ഫ്രണ്ട് ഓഫീസില് ഒരു പേഴ്സൺ മാത്രമല്ല അല്ലെ, ചിലപ്പോ ഒരു 2 സ്റ്റാഫോ 3 സ്റ്റാഫോ 4 സ്റ്റാഫോ, അത്യാവശ്യം ഒരു മാക്സിമം എനിക്ക് തോന്നുന്നു ഒരു 3 സ്റ്റാഫ് 4 സ്റ്റാഫ് ഒക്കെ ഉണ്ടാവും അല്ലെ. അപ്പൊ ഓരോ സ്റ്റാഫിനും ഓരോ ഡ്യൂട്ടീസ് ആയിരിക്കും. ഒരാള് ചിലപ്പോ അഡ്മിഷന്റെ കാര്യങ്ങൾ ഡീറ്റെയിൽസ് കാര്യങ്ങൾ എടുക്കുന്ന ആളായിരിക്കും. ദെൻ അടുത്ത ആൾക്ക് വേറൊരു ഡ്യൂട്ടി ഉണ്ടാവും. ഒരാൾ ക്യാഷ് കളക്ഷൻ മാത്രമായിരിക്കും ചെയ്യുന്നത്. ക്യാഷിന്റെ കൗണ്ടറിൽ ഡീൽ ചെയ്യുന്നത് വേറൊരാളായിരിക്കും അല്ലെ. അപ്പൊ ഇവിടെ ക്യാഷ് കളക്ഷനിൽ പറയുന്നത് ഒന്നും കൂടി ഒരു പ്രാവശ്യം കൂടി വായിക്കാം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോൾ ഒന്ന് വായിക്കാം കേട്ടോ. The registered amount to be collected from the guest and should be deposited to the cash at the end of the day before closing the counter handover to another person. ഇവിടെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ഞാൻ പറയാം. വേറൊന്നുമല്ല, ഇപ്പൊ നമുക്കറിയാം ഒരു ഹോസ്പിറ്റലിന്റെ ഫ്രണ്ട് ഓഫീസിൽ ഈ ഒരു ക്യാഷ് കൗണ്ടർ അല്ലെങ്കിൽ ആ ഒരു ക്യാഷ് കൗണ്ടറിന്റെ ഏരിയയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അയാൾ തന്നെ ആയിരിക്കില്ല എപ്പോഴും ഇരിക്കുന്നത്. നമ്മൾ ഇന്ന് ചെല്ലുമ്പോൾ കാണുന്ന ഒരാളായിരിക്കില്ല ചിലപ്പോ, അല്ലെങ്കിൽ പിറ്റേ ദിവസമോ ഒരു 3 days കഴിഞ്ഞപ്പോൾ ചെല്ലുമ്പോ അയാൾ തന്നെ ആയിരിക്കണമെന്നില്ല അല്ലെ. അതായത് ഷിഫ്റ്റ് ഡ്യൂട്ടീസ് ആയിരിക്കും അവർക്ക്. ഇപ്പൊ മോർണിംഗ് ഷിഫ്റ്റിലുള്ള ആളായിരിക്കില്ല, നൈറ്റ് ഷിഫ്റ്റിൽ വേറൊരു വ്യക്തി ആയിരിക്കും വരുന്നത്. സോ ഇങ്ങനെയുള്ള ക്യാഷ് കളക്ഷന്റെ ആ ഒരു കൗണ്ടറിൽ ഇപ്പോ എക്സാമ്പിൾ പറയണമെങ്കിൽ മോർണിംഗ് ഡേ ഷിഫ്റ്റിലാണെങ്കിൽ രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയാണ് ആൾക്ക് ഡ്യൂട്ടി. മീൻസ് ക്യാഷ് കളക്ഷനിൽ ഇരിക്കുന്ന ആളുടെ ആ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് മോർണിംഗ് രാവിലെ 8 മണി മുതൽ അല്ലെങ്കിൽ വൈകിട്ട് 6 മണി വരെയാണ്. സോ 8 മണി മുതൽ 6 മണി വരെ വന്നിരിക്കുന്ന ക്യാഷസ്, അതായത് പേഷ്യൻസിൽ നിന്നും സ്വീകരിക്കുന്ന ആ ക്യാഷ് എമൗണ്ടുകൾ 6 മണി വരെ. ഓക്കെ, ആ ടൈമിനുള്ളിൽ വന്നിരിക്കുന്ന അന്നത്തെ ഓരോ ദിവസത്തെയാണല്ലോ അന്നത്തെ ആ ക്യാഷ് പേഷ്യൻസിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ഈ ക്യാഷുകൾ കറക്റ്റ് ആയിട്ട് അതിന്റെ കണക്കൊക്കെ ഒന്നും കൂടിയൊക്കെ നോക്കി കണക്കും കാര്യങ്ങളൊക്കെ ക്ലിയർ ആണോ എന്നൊക്കെ ഉറപ്പ് വരുത്തുക. ദെൻ അപ്പോ വൈകിട്ട് 6 മണിക്ക് യാതൊരു ഡ്യൂട്ടി കഴിഞ്ഞു. നെക്സ്റ്റ് അടുത്ത ആള് കയറുകയാണ് അല്ലെ. അടുത്ത ആള് നെക്സ്റ്റ് കയറുമ്പോൾ അടുത്ത ആള് 6 മണി തുടങ്ങി പിറ്റേ ദിവസം ചിലപ്പോ മോർണിംഗ് 6 മണി വരെ. നൈറ്റ് ഷിഫ്റ്റ് അങ്ങനെയാണല്ലോ, ഒരു നൈറ്റ് ഷിഫ്റ്റ് ആണ്. അപ്പൊ രാവിലത്തെ ആള് 8 മണി തുടങ്ങി 6 മണി വരെയുള്ള ക്യാഷും കറക്റ്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് ക്യാഷിന്റെ കണക്കുകളും കാര്യങ്ങളൊക്കെ എഴുതി ക്യാഷ് എന്ത് ചെയ്യുക, അടുത്ത നൈറ്റ് ഷിഫ്റ്റിന് വരുന്ന ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യുക. അപ്പോ നൈറ്റ് ഷിഫ്റ്റിന് കയറുന്ന ആള് പിന്നെ ആ ക്യാഷിൽ തിരുത്തലുകളോ അല്ലെങ്കിൽ കൂട്ടുകയോ കറക്റ്റ് ആണോ നോക്കേണ്ട ഒരു ആവശ്യമില്ല. അത് അത്രയും പ്രോപ്പർ ആയിട്ട് വേണം അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്യാൻ. ദെൻ ഇയാള് വന്നിട്ട് നെക്സ്റ്റ് അടുത്ത ആള് 6 മണിക്ക് ജോയിൻ ചെയ്തു. 6 മണി തുടങ്ങി പിറ്റേ ദിവസം മോർണിംഗ് 6 മണി വരെയാണ് അയാളുടെ ഡ്യൂട്ടി ടൈം. വൈകിട്ട് 6 മണി തുടങ്ങി പിറ്റേ ദിവസം മോർണിംഗ് 6 മണി വരെയുള്ള സമയത്ത് വരുന്ന ക്യാഷുകൾ പേഷ്യൻസ് കിട്ടുന്ന ക്യാഷുകൾ കറക്റ്റ് ആണോ പ്രോപ്പർ ആണോ നോക്കിയിട്ട് പിറ്റേ ദിവസം മോർണിംഗ് 6 മണി വരെ കറക്റ്റ് ആയിട്ട് വെക്കുക. നെക്സ്റ്റ് അടുത്ത ഡ്യൂട്ടിയുടെ ആള് വരുമ്പോൾ അയാൾ എന്ത് ചെയ്യുക, ആ ഒരു എമൗണ്ട് ഹാൻഡ് ഓവർ ചെയ്യുക. ഈ ഒരു പ്രോസസ് ആണ് ക്യാഷ് കളക്ഷനിൽ ചെയ്യുന്നത്. ഓക്കെ ആണെങ്കിൽ ഒന്ന് കമന്റ്സ് ഇടണേ, അല്ലെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക, എന്തെങ്കിലും ചെയ്യാം കേട്ടോ. മനസ്സിലായോ നിങ്ങൾക്ക്? ഓക്കെ, ക്ലിയർ ആയില്ലേ? നമുക്ക് നോട്ട്സിൽ ചിലപ്പോൾ നിങ്ങൾക്ക് എഴുതിയേക്കണത് പെട്ടെന്ന് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടില്ല അല്ലെ. കുറച്ച് ടേമുകളും കാര്യങ്ങളൊക്കെ വരുമ്പോ ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു തന്നപ്പോ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ? ഓക്കെ, അപ്പൊ ക്യാഷ് കളക്ഷൻ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഇതും കൂടി ലാസ്റ്റ് നമുക്ക് ഒന്നുകൂടി റിപ്പീറ്റ് ഒക്കെ ചെയ്ത് പറയാം. ഇൻഫർമേഷൻ എൻക്വയറി ഹാൻഡിലിംഗ്. ഇനി ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ എൻക്വയറീസ് എങ്ങനെയൊക്കെയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത് കേട്ടോ. നമുക്ക് എൻക്വയറീസ് ഒക്കെ ഉണ്ടാവില്ല ഒത്തിരി, അവിടെ നമ്മൾ എൻക്വയറി അന്വേഷിക്കുന്ന കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഓഫീസില്. സോ എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? നമുക്ക് അവിടെ ചെറിയൊരു കോട്ട് പോലെ തന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങളത് അധികം ഒന്നും എക്സ്പ്ലനേഷൻ ഒന്നും ആവശ്യമില്ല, ചെറിയൊരു കോട്ടാണ്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം.
റൂട്ട്നെസ് ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. റൂട്ട്നെസ് മീൻസ് ഭയങ്കര ഒരു പരുഷമായിട്ടുള്ള സ്വഭാവം എന്നൊക്കെ പറയാറില്ലേ? ഭയങ്കര സീരിയസ് ആയിട്ടുള്ള, സീരിയസ് അല്ല, ഒരു എന്താ പറയാ, ഒരു ആരോടും ഒരു മിങ്കിളിയാത്ത അല്ലെങ്കിൽ ഒരു പരുഷമായിട്ടുള്ള സ്വഭാവം. അങ്ങനെ ഒരു പരുഷമായിട്ടുള്ള റൂട്ട്നെസ് ഈസ് എ വീക്ക് പേഴ്സൺസ് അറ്റംപ്റ്റ് അറ്റ് സ്ട്രെങ്ത്. അതായത് ഒരു വീക്ക് പേഴ്സണിനെ അല്ലെങ്കിൽ ഒരു പരുഷത എന്ന് പറയുന്നത് ഇങ്ങനെയുള്ളൊരു ഇത് ഒരു ദുർബല പേഴ്സൺ അല്ലെങ്കിൽ ഒരു ദുർബലമായിട്ടുള്ള ഒരു വീക്ക് ആയിട്ടുള്ള ഒരു പേഴ്സണിന്റെ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ശ്രമമാണെന്നാണ്. പരുഷത ഒരു ദുർബല വ്യക്തിയുടെ ശ്രമമാണ്. അത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ കൂടുതലൊന്നും തലകുഞ്ഞൊന്നും ആലോചിക്കണ്ട. ജസ്റ്റ് ഒരു കോട്ട് പറഞ്ഞത് മാത്രമേ ഉള്ളൂ കേട്ടോ. ഓക്കെ, ഇനി എന്തൊക്കെയാണ് നമ്മൾ എൻക്വയറിയിൽ അല്ലെങ്കിൽ ഇൻഫോർമേഷൻസ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എൻക്വയറിയിൽ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. നോക്കാം. പോയിന്റ്സ് ആണ്, കുഞ്ഞി പോയിന്റ്സ് ആണ്. നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവുന്ന പോയിന്റ്സ് ഒക്കെ തന്നെയാണ് കേട്ടോ. നോക്കാം. ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആൻഡ് കോർട്ടിയസ്. അല്ലെ, ബി കൺസിഡറേറ്റ്, ഫ്രണ്ട്ലി ആയിട്ട് കോർട്ടസ് ആയിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാ, കൺസിഡർ ചെയ്യണം. ഫ്രണ്ട്ലി അല്ലെങ്കിൽ അവരെ പരിഗണിക്കണം, പേഷ്യൻസിനെ പരിഗണിച്ച് അവരോട് ഒരു ഫ്രണ്ട്ലി മാനറിൽ വേണം സംസാരിക്കാൻ. കോർട്ടസ് മീൻസ് മര്യാദയോട് കൂടി, പൊളൈറ്റ് ആയിട്ട്, അല്ലെ, നല്ലൊരു മാനേഴ്സ് കീപ്പ് ചെയ്തുകൊണ്ട് വേണം അവരെ പരിഗണിച്ച് അവരോട് എന്ത് ചെയ്യാൻ, അവരോട് എൻക്വയറീസ് കാര്യങ്ങൾ നമ്മളോട് അന്വേഷിക്കുമല്ലോ, അപ്പൊ തിരിച്ച് അവരോട് മറുപടിയൊക്കെ പറഞ്ഞു കൊടുക്കാൻ. സെക്കൻഡ് പോയിന്റ് നോക്കാം. പ്രാക്ടീസ് കോർട്ടസി സേഫ് പ്ലേസ്. എന്ത് വേർഡാണെന്ന് ഡൗട്ട് വരും അല്ലെ? സേഫ് പ്ലേസ് മീൻസ് പ്രാക്ടീസ് മര്യാദയോട് കൂടി കോർട്ടസ് ആയിട്ട് തന്നെ ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ദയവായി എന്നുള്ളൊരു ഒരു പ്ലേസ് എന്നുള്ളൊരു ആ ഒരു ഉദ്ദേശമാണ് പറയുന്നത് കേട്ടോ. അതായത് പരിശീലിക്കാൻ, മര്യാദയോട് കൂടി പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് ഓഫീസുകാർ എന്ത് ചെയ്യണം, പരിശീലിക്കുക. ദെൻ എക്സ്പ്ലെയിൻ, ഡു ഇറ്റ് പേഷ്യന്റ്ലി. ഇനി എന്തെങ്കിലും അവര് എൻക്വയറീസ് ചോദിച്ചു, ഡോക്ടറെ സംബന്ധിച്ച് വരുന്നതോ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിൽ സംബന്ധിച്ച് വരുന്ന ഡീറ്റെയിൽസോ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ നമ്മളോട് ചോദിക്കുമ്പോൾ അത് ക്ഷമയോടുകൂടി എക്സ്പ്ലെയിൻ ചെയ്യണം. അത് ക്ഷമയോടുകൂടി, അല്ലാണ്ട് പെട്ടെന്ന് ഭയങ്കര ദേഷ്യത്തോടു കൂടി, ഭയങ്കര ഇതോടുകൂടി ഞങ്ങൾക്ക് ഇപ്പോ ടൈമില്ല പറയാൻ, അങ്ങനെയൊക്കെ ഒരു രീതിയിൽ ഒരു എന്താ പറയാ, അങ്ങനെ അവർക്ക് ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. സോ എന്ത് ചെയ്യുക, ക്ഷമയോട് കൂടിയിട്ട് എന്ത് ചെയ്യണം, അവരുടെ കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി എന്ത് ചെയ്യുക, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. Then next point, accommodate other viewpoints. അല്ലെ, നമ്മള് മീൻസ് ഫ്രണ്ട് ഓഫീസുകാര് അവരുടെ കാര്യങ്ങൾ അല്ലെങ്കിൽ അവര് പറയുന്നത് മാത്രം ശരിയെന്ന് വാദിക്കാൻ പാടില്ല. Then other viewpoints. Other viewpoints means other എന്ന് പറയുന്നത് ആരാ, പേഷ്യൻസ് ആണ് അല്ലെ. അപ്പോ അവരുടെ കാഴ്ചപ്പാടുകളെ കൂടി ഉൾക്കൊള്ളണം, അവരുടെ പ്രശ്നങ്ങളെയും കൂടി മനസ്സിലാക്കി അവർക്ക്, അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് മാത്രമാണ് എന്നുള്ളൊരു അത്തരത്തിലൊരു രീതിയിലോട്ട് പോകാൻ പാടില്ല. എന്താണ് പേഷ്യൻസിന്റെ അവരുടെ വിമർശനങ്ങൾ കൂടി, വിമർശന വ്യൂ പോയിന്റ്സ് അല്ലെ, അവരുടെ കൂടി നമ്മൾ സ്വീകരിക്കണം, അക്സെപ്റ്റ് ചെയ്യണം. കാര്യം നമ്മൾക്ക് അവരുടെ സാറ്റിസ്ഫാക്ഷനിൽ നമുക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കുക. Then allow criticism. Allow criticism means വിമർശനം. ഇവിടെ വിമർശിക്കുക എന്ന് പറഞ്ഞാൽ തെറ്റ് പറയുക എന്നുള്ള മീനിങ് അല്ല. ഇപ്പോ എന്തെങ്കിലും കംപ്ലൈന്റ്സോ അല്ലെങ്കിൽ ചില പേഷ്യൻസ് ഇങ്ങനെ ചെയ്തതല്ല, ഇങ്ങനെ ഇപ്പോലെ കൗണ്ടറുകൾ അങ്ങനെ എന്തെങ്കിലും ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ നഴ്സസിന്റെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പറയാനായിട്ട് അവരെ ക്രിറ്റിസിസത്തിന് കൂടി അനുവദിക്കണം. ഞാൻ പറഞ്ഞു, നമ്മൾ മാത്രമല്ല എന്താ ഫ്രണ്ട് ഓഫീസുകാരെ അവരുടേതായിട്ടുള്ള റൂൾസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യും. സോ അതുപോലെ തന്നെ മറ്റുള്ളവരുടെ പേഷ്യൻസിന്റെ വ്യൂ പോയിന്റ്സും അല്ലെങ്കിൽ എന്തെങ്കിലും അവർക്ക് ഇതുപോലെ സജഷൻസോ കാര്യങ്ങളൊക്കെ വെക്കാനുണ്ടെങ്കിൽ അതിനെ കൂടി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. Then ഫിഫ്ത് പോയിന്റ്, റിപ്പോർട്ട് മേക്കിംഗ്. റിപ്പോർട്ട് മേക്ക് ചെയ്യേണ്ട ഉത്തരവാദിത്വം കൂടി ഫ്രണ്ട് ഓഫീസിലുണ്ട്. സെൻസസ് റിപ്പോർട്ടുകൾ തയ്യാറാക്കുക. Then other reports. ഇനി വേറെ എന്തെങ്കിലും പ്രോഗ്രാംസുകളൊക്കെ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞു ഇപ്പൊ ക്യാമ്പുകളൊക്കെ, ഒരു നേത്രദാന ക്യാമ്പുകൾ അല്ലെങ്കിൽ അലർജി ടെസ്റ്റിന്റെ ക്യാമ്പ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എക്സ്ട്രാ കുറച്ച് പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രോഗ്രാംസിന്റെ റിപ്പോർട്ട്സ് കാര്യങ്ങളൊക്കെ ഈ ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് ആയിരിക്കണം റിപ്പോർട്ട് എഴുതേണ്ടത്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഫങ്ഷൻസിൽ പറയുന്നത്. ഇത് നമ്മൾ പറഞ്ഞത് ഒരു 5 പോയിന്റ്സ് എന്ന് പറയുന്നത് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ്. ഫ്രണ്ട് ഓഫീസിന്റെ വൈറ്റൽ ഫങ്ഷൻ തന്നെയാണ്. ഇവിടെ
നമ്മൾ ഫങ്ഷൻസ് തന്നെയാണ്, പക്ഷെ ഓരോ സെക്ഷനിലും അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് എടുത്തെടുത്ത് പറയുന്നത് കേട്ടോ. Then next നോക്കാം. Do you know why customer leave? ലീവ് എടുക്കാന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ക്ലാസ്സിൽ പോകാണ്ട് ലീവ് എടുത്തിരിക്കില്ലേ? അതായത് നമ്മൾ എന്താ വിടുന്നത്, മാറി നിൽക്കുക അല്ലെ, നമ്മൾ അറ്റൻഡ് ചെയ്യാണ്ടിരിക്കുക. സോ ആ ഒരു ടൈം തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡു യു നോ വൈ കസ്റ്റമർ ലീവ്? ഇവിടെ കസ്റ്റമർ ആരാണ്? പേഷ്യന്റ്. സോ എന്തുകൊണ്ടാണ് പേഷ്യന്റ് വിടുന്നത്, ഹോസ്പിറ്റലിൽ വിടുന്നത്? അതായത് പേഷ്യന്റിന്റെ കുറവ് വരുന്നത് എന്തുകൊണ്ട്, എന്തൊക്കെ കാരണങ്ങളാലാണ് പേഷ്യൻസിന്റെ കുറവ്, നമുക്ക് അവിടെ കുറവിന്റെ ഒരു സാന്നിധ്യം വരുന്നത് എന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്. കുറച്ച് പോയിന്റ്സ് ആണ്, കുറച്ച് കാരണങ്ങളാണ്. അത് ഓരോ കാരണങ്ങളും ഏകദേശം എത്ര പെർസെന്റേജ് വെച്ചാണ് ഓരോ കാരണങ്ങളും വരുന്നതെന്നാണ് നോക്കുന്നത് കേട്ടോ. നോക്കാം. ഫസ്റ്റ് വൺ, 1% ഡൈ. 1%, 1% ആളുകൾ മരിച്ചു പോകുന്നു അല്ലെ. ഇപ്പൊ ഹോസ്പിറ്റലിൽ ചികിത്സയ്ക്ക് വരുന്ന അങ്ങനെയുള്ള വ്യക്തി ചിലപ്പോ ഹോസ്പിറ്റലിൽ വെച്ച് മരിച്ചു പോയ ആൾക്ക് നമുക്ക് ട്രീറ്റ്മെന്റ് പിന്നെ കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അതൊക്കെ 1%, ചെറിയൊരു 1%, ചില 1% മാത്രമാണ് അത്തരത്തിൽ വരുന്നവര്. അങ്ങനെ വരുമ്പോ നമുക്ക് ആ പേഷ്യന്റിനെ ലീവ് ചെയ്താണ്, പേഷ്യന്റ് വിട്ടു പോണേണ്. മരിച്ചു പോയ ആളെ പിന്നെ ട്രീറ്റ്മെന്റ് നടത്താനായിട്ട് അല്ലെങ്കിൽ ആളെ ഹോസ്പിറ്റലിൽ പിന്നെ കിടത്തി ട്രീറ്റ്മെന്റ് തുടരാനായിട്ട് നമുക്ക് സാധിക്കില്ലല്ലോ. സോ എന്താണ്, അപ്പൊ അതാണ് ഒരു 1% കാരണം പറയുന്നത് മരിച്ചു പോകുന്നു അല്ലെങ്കിൽ ഡൈ. ഓക്കെ. ദെൻ സെക്കൻഡ് പോയിന്റ് നോക്കാം. 3% മൂവ് അവേ. 3% മൂവ് അവേ. അവര് അകന്നു പോകുന്നു. അകന്നു പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ചിലപ്പോ അവരുടെ പേഴ്സണൽ ഇഷ്യൂസ് ആവാം, പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാവാം. ചിലപ്പോ അങ്ങനെയുള്ള കേസസുകളും അവർ ആ ഹോസ്പിറ്റലിലേക്ക് വരുന്നില്ല. ദെൻ 5% ഡെവലപ്പ് അതർ റിലേഷൻഷിപ്സ്. 5% അതർ റിലേഷൻഷിപ്പ് മീൻസ് ചിലപ്പോ അവര് മറ്റു ചില ഹോസ്പിറ്റലിലേക്കൊക്കെ പോവുകയായിരിക്കാം. ഇപ്പൊ നമ്മളുടെ കസിൻസ് തന്നെ, ഇപ്പൊ നമ്മൾ തന്നെ ഒരു ഹോസ്പിറ്റലിൽ പോയി അല്ലെ, ദെൻ നമുക്ക് അവിടെ എന്താ പറയാ വലിയ സാറ്റിസ്ഫൈഡ് ഒന്നല്ല. മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നായാലും നഴ്സസിന്റെ ഭാഗത്തു നിന്നായാലും ചില ഡോക്ടേഴ്സിന്റെ നമുക്ക് കംഫർട്ടബിൾ ആയിരിക്കില്ല. സോ അങ്ങനെയുള്ള നമ്മളോട് മറ്റൊരാൾ ചോദിക്കണം, അങ്ങനെ ഞാൻ ആ ഹോസ്പിറ്റലിൽ പോയിട്ട് എങ്ങനെയുണ്ട്, അവിടെ ട്രീറ്റ്മെന്റ്സ് ഒക്കെ എങ്ങനെയുണ്ട്, ഹോസ്പിറ്റലിൽ നല്ലതാണോ എന്നൊക്കെ ചോദിക്കും. നമ്മൾക്ക് സാറ്റിസ്ഫൈഡ് അല്ലെങ്കിൽ നമ്മൾ ആളോട് പോകാനായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്യാറുണ്ടോ? ഒരിക്കലും ഇല്ല അല്ലെ. നമ്മൾക്ക് നല്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ നമ്മൾ നമ്മളുടെ കസിൻസിനായാലും ഫ്രണ്ട്സിനായാലും നമ്മൾ മറ്റൊരാൾക്ക് സജസ്റ്റ് ചെയ്യണമെങ്കിൽ അവിടെ നിന്ന് നമുക്ക് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടണം അല്ലെ. അങ്ങനെ അതാണ് അതർ റിലേഷൻ എന്ന് പറയുന്നത്. റിലേഷൻഷിപ്പ് മീൻസ് നമ്മൾ പരസ്പരം മറ്റുള്ളവരോട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ നല്ലതാണ് കേട്ടോ പോയിക്കോളൂ എന്നൊക്കെ പറയാറില്ലേ. അങ്ങനെ വരുന്ന കേസുകളൊക്കെ വരുന്നത് 5% ആണ്. Then 9% leave for competitive reasons. Competitive reasons പറഞ്ഞാൽ മത്സര കാരണങ്ങൾ. ഇവിടെ കോമ്പറ്റേറ്റീവ് എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റു ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ടാവില്ലേ, ചിലപ്പോ നമ്മൾ പോയ ഹോസ്പിറ്റലിലെ സൗകര്യങ്ങൾ കുറവായിരിക്കും അല്ലെ, എല്ലാ തരത്തിലുള്ള ഫെസിലിറ്റീസ് ഉണ്ടാവില്ല. ചിലപ്പോ ഇപ്പൊ എക്സ്റേ ഒന്നും ഉണ്ടാവില്ല, ലാബ് ഉണ്ടാവില്ല, അപ്പോ സ്കാൻ ചെയ്യണമെങ്കിൽ നമ്മൾ വേറെ പുറത്ത് പോകണം. അങ്ങനെ കുറച്ച് ഫെസിലിറ്റീസിന്റെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ. അപ്പോ ചില മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലാവുമ്പോൾ നമ്മള് എല്ലാ ചികിത്സയും അവിടെ തന്നെയാണ്. ആൾക്ക് എന്ത് ക്രിട്ടിക്കൽ വന്നാലും വേറൊരു സെക്ഷനിലേക്കോ അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലേക്കോ മാറ്റേണ്ടതായിട്ട് വരുന്നില്ല. ഓൾറെഡി എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്പിറ്റൽസ് ഉണ്ടാകും. ഇപ്പോ എക്സ്റേ ആയാലും സ്കാനിങ് ആയാലും അങ്ങനെയുള്ള സംവിധാനങ്ങൾ എല്ലാം തന്നെയുള്ള പല ഹോസ്പിറ്റലുകളുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റലുകളും കോമ്പറ്റേറ്റീവ് ആയിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. എല്ലാ ഫെസിലിറ്റികളും ഇതുപോലെ പാക്കേജസ് കാര്യങ്ങള് അങ്ങനെയൊക്കെ അറിയുമ്പോ അങ്ങനെ നമ്മൾ ആളുകൾ എന്ത് ചെയ്യും, ലീവ് ചെയ്ത് പോകും. അതാണ് കോമ്പറ്റേറ്റീവ് റീസൺസിൽ പറയുന്നത്. 14% are dissatisfied with the product or service അല്ലെ. 14% ആളുകൾ പ്രൊഡക്റ്റ് ഓർ സർവീസ്, സേവനത്തിന്റെയും, ഇവിടെ പ്രൊഡക്റ്റ് എന്ന് പറയാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല എങ്കിലും നമുക്ക് നൽകുന്ന സേവനം അല്ലെ. ഞാൻ പറഞ്ഞു, ഇപ്പോ സ്റ്റാഫിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഡോക്ടേഴ്സിന്റെ ഭാഗത്തു നിന്നോ നമുക്കിത് കിട്ടുന്ന സേവനം സർവീസ് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യില്ല, വീണ്ടും നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് പോകാറില്ല. ഫോർ എക്സാമ്പിൾ പറയണെങ്കിൽ നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു അല്ലെ, ഗസ്റ്റിനെ നമ്മള് നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു, നല്ല സ്നേഹത്തോടെ അല്ലെങ്കിൽ അങ്ങനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു, അവരും ഹാപ്പി നമ്മളും ഹാപ്പി അല്ലെ. അങ്ങനെ ഒരു ലെവലിൽ പോവുകയാണെങ്കിൽ ഈ ഗസ്റ്റിന് വീണ്ടും എപ്പോഴെങ്കിലും ഒന്നുകൂടി വരാനൊക്കെ തോന്നും അല്ലെ, അങ്ങനെ നമുക്കൊന്ന് പോകാം അല്ലെ, അങ്ങനെ തോന്നാറുണ്ട്. പക്ഷെ നേരെ മറിച്ച് നമ്മളുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നു, നമ്മൾക്ക് എന്തോ ഇഷ്ടമില്ലാത്ത രീതിയിൽ അവരോട് പെരുമാറി, ഒരു സ്നേഹിയ എന്താ പറയാ, ഒരു ഭയങ്കര റയർ ആയിട്ടാണ് ഈ പറഞ്ഞ പോലെ ഭയങ്കര ഒരു പരിശ്രമമായിട്ടൊക്കെ അവരോട് പെരുമാറിയെങ്കില് പിന്നീട് ആ ഗസ്റ്റുകൾ നമ്മളുടെ വീട്ടിൽ വരുമോ?
ഇനി അവർക്ക് പോകാനേ തോന്നാറില്ല അല്ലെ. സോ അതുപോലെ തന്നെയാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്നു, അപ്പൊ നമുക്ക് അവിടുന്ന് ഡോക്ടറുടെ ഭാഗത്തു നിന്നും നഴ്സസിന്റെ ഭാഗത്തു നിന്നും മാനേജ്മെന്റ് ഭാഗത്തു നിന്നും നല്ലൊരു സേവനം കാര്യങ്ങളും നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മൾ വീണ്ടും നെക്സ്റ്റ് ടൈം ആ ഹോസ്പിറ്റലിൽ തന്നെ പോകാൻ ശ്രമിക്കുള്ളൂ. ദെൻ നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും നമുക്ക് സാധിക്കും അല്ലെ. ഇങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോയിക്കോളൂ, നല്ല ട്രീറ്റ്മെന്റ്സ് ആണ്, ഞാൻ ഇങ്ങനെ പോയി മെഡിസിൻ കഴിച്ചു, ഇങ്ങനെ ഡോക്ടറെ കണ്ടു, ഞാൻ കംഫർട്ടബിൾ ആണ്, ഫുൾ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് കേട്ടോ, നമ്മൾ എന്ത് ചെയ്യും, മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കും. സോ അത് ആ ഒരു സിറ്റുവേഷൻ, അതാണ് ഈ ഒരു പ്രൊഡക്റ്റ് സർവീസ്. നമുക്ക് സാറ്റിസ്ഫൈഡ് അല്ല എങ്കിൽ നമ്മൾ വീണ്ടും തിരിച്ച് ആ ഹോസ്പിറ്റലിലേക്ക് റിപ്പീറ്റ് പോകില്ല. സോ അതാണ് 14% ആളുകൾക്കിടയിൽ സംഭവിക്കുന്നത്, പേഷ്യൻസിനിടയിൽ സംഭവിക്കുന്നത് ഈ ഒരു കാരണമാണ്. ലാസ്റ്റ് വൺ, 68 leave because the road of discourteous service. ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. 68% ആളുകളും റൂഡ് ഓർ ഡിസ്കോർട്ടീസ് സർവീസ്, റോഡ് മീൻസ് ഇതുപോലെ ഒരു മര്യാദ ഇല്ലാത്തതൊക്കെയുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. അതായത് റൂഡായിട്ട് ഒരു എന്താ പറയാ, ഒരു സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള രീതിയിലല്ല, മറിച്ച് പകരം റൂഡായിട്ടും അല്ലെങ്കിൽ ഒരു മര്യാദ ഇല്ലാത്ത രീതിയിലുള്ളൊരു സേവനത്താല് അസംതൃപ്തരാണ് അവർ സാറ്റിസ്ഫൈഡ് അല്ല. പിന്നെ ആ കാരണങ്ങളാലും 68. അപ്പൊ നമുക്ക് ഓൾമോസ്റ്റ് നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് എന്താണ്, സർവീസിലുള്ള പോരായ്മയാണ് അല്ലെ. അതായത് ബിഹേവ് ചെയ്യുന്നില്ല, നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് കിട്ടുന്നില്ല അവർക്ക് ഒരു ഡിസ്കോർട്ടീസും റൂഡായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പറയുന്നത് ഇല്ലേ. 14% പറഞ്ഞത് എന്ത് തന്നെയാണ്, സർവീസസിന് ഡിസ്സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ മെയിൻ റീസൺ അല്ലെങ്കിൽ ഒരു കസ്റ്റമർ ലീവ് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ പറഞ്ഞ റൂഡ് ഓഫ് ഡിസ്കോർട്ടീസ് സർവീസ് ആണ് അല്ലെ. മര്യാദ ഇല്ലാത്ത ഒരു സർവീസസ് ആണ് ഇതിനെല്ലാം മെയിൻ കാരണം. പ്രോപ്പർ ആയിട്ട് നമ്മളൊരു സർവീസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഒരു കസ്റ്റമർ ലീവ് ചെയ്യില്ല. ദെൻ പിന്നീട് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഒരു ഹോസ്പിറ്റലിലേക്ക് തന്നെ പോകുള്ളൂ. ദെൻ നമ്മൾ നമ്മളുടെ ഫ്രണ്ട്സിനോ മറ്റുള്ളവർക്ക് നമ്മൾ സജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെയാണ് അപ്പൊ കസ്റ്റമർ ലീവ് ചെയ്യാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. ഓക്കെ ആണോ? നിങ്ങൾക്ക് എല്ലാ പോയിന്റ്സും മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുകയോ ഒന്ന് കമന്റ് ചെയ്യുകയോ ചെയ്യാം കേട്ടോ. ഓക്കെ അല്ലേ? എല്ലാവർക്കും എളുപ്പമാണ്. ഓക്കെ, നെക്സ്റ്റ് പോവാം, റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. നോക്കാം. The customer wants to you. ഇത്ര നേരം നമ്മൾ പറഞ്ഞത് എന്താണ്, എന്തൊക്കെയാണ് ഫ്രണ്ട് ഓഫീസുകാർ കൊടുക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ ഫംഗ്ഷൻസിലും മറ്റു കാര്യങ്ങളൊക്കെ പറഞ്ഞത്. Then the customer wants you to. ഇനി കസ്റ്റമർ എന്താണ് ആഗ്രഹിക്കുന്നത്, അവർക്ക് ആഗ്രഹങ്ങൾ ഇല്ലേ? ആഗ്രഹങ്ങൾ മീൻസ് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ ചെയ്യണം, ഞങ്ങളോട് ഇങ്ങനെ സപ്പോർട്ടീവ് ആവണം, നല്ല സർവീസ് ആണ് ഞങ്ങൾക്ക് ലഭിക്കേണ്ടത് എന്ന് കസ്റ്റമർ വിചാരിക്കില്ലേ? അപ്പോ എന്തൊക്കെയാണ് കസ്റ്റമർ അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. Greet, value, help, listen and invite back. അല്ലെ, നോക്കാം. ഗ്രീറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ, അവരൊന്ന് നല്ല രീതിയിലൊക്കെ ഒന്ന് ആശംസിക്കുക അല്ലെ. അല്ലാണ്ട് ഭയങ്കര റൂഡായിട്ടും ഇതായിട്ട് നിന്നിട്ടുണ്ടെങ്കിലും മൈൻഡ് ചെയ്യാത്ത പോലൊക്കെ ഫ്രണ്ട് ഓഫീസുകാർ നിന്നിട്ടുണ്ടെങ്കിൽ വരുമ്പോ തന്നെ കസ്റ്റമേഴ്സിന് ഒരു ബുദ്ധിമുട്ടല്ലേ അത്, പേഷ്യൻസിന്. സോ അവരോടൊരു ഗ്രീറ്റ് ചെയ്യുക, അവരൊന്ന് ആശംസിക്കുക, അങ്ങനെയൊക്കെ ഒന്ന് ഇതാക്കാം. വാല്യൂ, ഒരു മൂല്യം കൊടുക്കണം അവർക്ക് അല്ലെ. അല്ലെങ്കിൽ അവർക്ക് ഞങ്ങളാണ് ഇവിടുത്തെ മാനേജ്മെന്റിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്, പേഷ്യന്റിനാണ് അവിടെ ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത് ഒരു ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് അല്ലെ. പേഷ്യന്റ് ആണല്ലോ അവിടുത്തെ കസ്റ്റമർ എന്ന് പറയുന്നത്. സോ അവർക്കൊരു വാല്യൂ കൊടുക്കണം പേഷ്യന്റിന്. ഹെൽപ്പ്, അവർക്ക് വേണ്ട സഹായങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം, സഹായിക്കണം. സഹായം മീൻസ് ഇവിടെ പറയുന്നത് എന്താണ്, ഇപ്പോ എന്തെങ്കിലും സേവനങ്ങൾ സർവീസുമായിട്ട് റിലേറ്റഡ് ചെയ്തിട്ടുള്ള ഡോക്ടേഴ്സിന്റെയോ ട്രീറ്റ്മെന്റ്സിന്റെയോ അങ്ങനെ വരുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ ഇൻവൈറ്റ് ബാക്ക്. ഇൻവൈറ്റ് ബാക്ക് മീൻസ് തിരികെ ക്ഷണിക്കുക. തിരികെ ക്ഷണിക്കുക മീൻസ് എന്താണ്, നല്ല സർവീസും കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്താലല്ലേ ആള് തിരികെ വരുള്ളൂ, അല്ലെങ്കിൽ ആള് വേറെ ഹോസ്പിറ്റലിലേക്ക് പോകും. സോ അതിന് വേണ്ടിയിട്ടുള്ള നല്ല ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ തിരികെ ക്ഷണിക്കാൻ വേണ്ടി വരുന്ന കാര്യങ്ങള് നല്ല രീതിയിൽ സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടി ചെയ്തു കൊടുക്കുക. ഓക്കെ, അപ്പോ 5 പോയിന്റ്സ് ആണ് കസ്റ്റമർ ആഗ്രഹിക്കുന്നത്. ഗ്രീറ്റ്, വാല്യൂ, ഹെൽപ്പ്, ലിസൺ, ഇൻവൈറ്റ് ബാക്ക്. ഓക്കെ, ദെൻ ഒരു കുഞ്ഞു സെക്ഷനും കൂടി ഒന്ന് നോക്കാം കേട്ടോ. ഏരിയാസ് കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ്. ഏരിയ കമ്മിങ് അണ്ടർ ഫ്രണ്ട് ഓഫീസ് ഓർ ഔട്ട് പേഷ്യന്റ് ഏരിയ, OPD ആർ ഫുൾ ഫോം ഒന്ന് നോക്കണേ. ഔട്ട് പേഷ്യന്റ് ഏരിയ, OPD കേട്ടോ. ഒന്ന് മാർക്ക് ചെയ്ത് നോക്കണേ. അതൊക്കെ OPD, ഔട്ട് പേഷ്യന്റ് ഏരിയ. ഓക്കെ,
ഇനി ഏതൊക്കെ ഏരിയകളാണ് ഈ ഫ്രണ്ട് ഓഫീസിന് കീഴിൽ വരുന്നതെന്നാണ് നോക്കുന്നത്. മെയിൻ റിസപ്ഷൻ, നമുക്കറിയാം ഹോസ്പിറ്റലിലെ കയറി വരുമ്പോ തന്നെയുള്ളൊരു മെയിൻ റിസപ്ഷൻ അല്ലെ, അവിടെ എൻക്വയറിനൊക്കെ എഴുതിച്ചിട്ടുണ്ടാകും. നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന ഒരു കുറച്ച് പേര് ഇരിക്കുന്നത്, ഒരു 3-4 പേരുണ്ടാവും പറഞ്ഞു. മറ്റേ ക്യാഷ് കൗണ്ടറും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ആ ഒരു റിസപ്ഷനിൽ വരുന്നത്. നമ്മൾ അവിടെ പോയിട്ടാണ് നമ്മളുടെ ഫസ്റ്റിൽ തന്നെ പേഷ്യന്റ് വരുമ്പോൾ നമ്മൾ അവിടെ പോയിട്ടാണ് ഡീറ്റെയിൽസും കാര്യങ്ങളും എങ്ങനെയാണ് അഡ്മിഷൻ എടുക്കേണ്ടത്, നിങ്ങൾ ആദ്യമായിട്ട് വരുന്നതാണോ അല്ലെങ്കിൽ ഓൾറെഡി അവിടെ സീറ്റുണ്ടോ, അല്ലെങ്കിൽ ടോക്കൺ എടുക്കാനാണോ, ഏത് ഡോക്ടറെ കാണണം എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നത് ഈ ഒരു മെയിൻ റിസപ്ഷനിലാണ്. ഔട്ട് പേഷ്യന്റ് ഏരിയ മീൻസ് ഉള്ളിലേക്കല്ല പുറമേയുള്ള ഒരു ഏരിയകളില്ലേ, അതായത് ഇൻപേഷ്യന്റ് മീൻസ് ഉള്ളിലുള്ള അഡ്മിറ്റഡ് ആയിട്ടുള്ളതാണല്ലോ ഇൻപേഷ്യന്റ് ഉദ്ദേശിക്കുന്നത്. ഔട്ട് പേഷ്യൻസ് എന്ന് പറഞ്ഞാൽ ആ ഏരിയകള്, അതായത് ഫ്രണ്ട് ഓഫീസിന്റെ ആ ഒരു എന്താ പറയാ ഔട്ട് പേഷ്യന്റ് ഏരിയയിൽ ഉൾപ്പെടുന്നതാണ് നമ്മൾ ഈ പറയുന്ന പോയിന്റ്സ് കേട്ടോ. ഓക്കെ, അപ്പൊ മെയിൻ റിസപ്ഷൻ വരും. ദെൻ കൺസൾട്ടേഷൻ റൂംസ്, ഡോക്ടേഴ്സ് കൺസൾട്ടൻസിന് ഇരിക്കുന്ന റൂമുകളില്ലേ, ഡോക്ടേഴ്സിന്റെ റൂമുകള്. ദെൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ നടത്തുന്നത് ഔട്ട് പേഷ്യന്റ് ഏരിയയിൽ വരുന്ന സംഭവങ്ങളാണ് ഈ പറഞ്ഞത്. റിസപ്ഷനും കൺസൾട്ടന്റ് റൂമും ഇതൊക്കെയാണ് ഔട്ട് പേഷ്യന്റിൽ വരുന്നത്. ഇൻ പേഷ്യന്റിലാണ് നമ്മള് വാർഡ് അങ്ങനെയുള്ള ഓപ്പറേഷൻ തിയേറ്റർ മറ്റു സെക്ഷനുകളൊക്കെയാണ് ഇൻ പേഷ്യന്റ്. ഉള്ളിലുള്ള സെക്ഷൻ ആണല്ലോ ഇത്, പുറമേ ഉള്ളത് ഔട്ട് പേഷ്യന്റ്. ഓക്കെ, അപ്പൊ മെയിൻ റിസപ്ഷൻ വരും. ദെൻ കൺസൾട്ടന്റ് റൂം നമ്മൾ പറഞ്ഞു, ഡോക്ടേഴ്സ് ഇരിക്കുന്ന കൺസൾട്ടന്റ് ചെയ്യുന്ന റൂമുകള്. ദെൻ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകൾ ചെയ്യുന്ന റൂമുകളൊക്കെ ഇല്ലേ, ECG, എക്കോ, MRI സ്കാൻ, CT സ്കാൻ, അല്ലെങ്കിൽ സാമ്പിളുകൾ കളക്ട് ചെയ്യുന്ന ഇതൊക്കെ ഇല്ലേ, ലാബുകൾ തന്നെ. അങ്ങനെയുള്ള സെക്ഷനൊക്കെയാണ് OPD ഏരിയയിൽ വരുന്നത്. അപ്പൊ ഇത് കുറച്ച് പ്രാധാന്യം കൊടുത്ത് പഠിക്കണം. ഔട്ട് പേഷ്യന്റ് ഏരിയയിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് മെയിൻ റിസപ്ഷനും കൺസൾട്ടന്റ് റൂം ആൻഡ് ഡയഗ്നോസ്റ്റിക്. ഡയഗ്നോസ്റ്റിക്കിൽ വരുന്നത് ECG, എക്കോ, MRI കണ്ടോ. ഇവിടെ വാർഡും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ വാർഡ് ഓപ്പറേഷൻ തിയേറ്റർ അങ്ങനെ അതൊക്കെ പേഷ്യന്റ് അഡ്മിറ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്, റൂമുകൾ അല്ലെ, ഇതൊക്കെ അഡ്മിറ്റഡ് ഏരിയയാണ്. അതാണ് ഇൻ പേഷ്യന്റ് ഏരിയ എന്ന് പറയുന്നത്, അഡ്മിറ്റഡ് ആയിട്ടുള്ളത്. OP മീൻസ് നമുക്കറിയാം OPG എടുക്കണം എന്നൊക്കെ പറയില്ലേ, പുറമേയുള്ള ഒരു സെക്ഷൻ ആണ് ഈ OP അല്ലെങ്കിൽ OPD ഉദ്ദേശിക്കുന്നത് കേട്ടോ. അറിയാത്തവരാണെങ്കിൽ OPD കോപ്പിയിലുണ്ട് എങ്കിലും കോപ്പി ഉണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ECGക്ക് നിങ്ങളത് അറിയാലോ. നമ്മൾ ഇത്രയാണ് ഇന്ന് നോക്കുന്നത്. നമുക്ക് ഒന്നും കൂടി ഒന്ന് പറയാം. നമുക്ക് ഇന്ന് എടുത്ത കുറച്ച് പോർഷൻസ് എടുത്തിട്ടുള്ളൂ. പെട്ടെന്ന് ഓടിപ്പോണ്ട, കുഴപ്പമില്ല, കുറച്ച് പറയാം കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മള് വൈറ്റൽ ഫങ്ഷൻസ് ഓഫ് ഫ്രണ്ട് ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് അല്ലെ, നമ്മള് വൈറ്റൽ ഫങ്ഷൻസ് ആണ് ആദ്യം നോക്കിയത്. നമ്മൾ പറഞ്ഞു ഓരോ പോയിന്റ്സ് ഒന്ന് വായിക്കാം. To identify and analyze customer needs and problems. നമ്മൾ പറഞ്ഞു കസ്റ്റമേഴ്സിന്റെ നീഡ്സും പ്രോബ്ലംസും എന്താണെന്ന് എന്ത് ചെയ്യാ ഒന്ന് മനസ്സിലാക്കുക. Then recognize most common reason for customer complaints. ഈ കസ്റ്റമർ കംപ്ലൈൻസ് വരുന്നതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യം എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കുമല്ലോ. ചിലപ്പോ നഴ്സസിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്താണെന്നുള്ളത് ബേസിക് ആയിട്ടുള്ള ഒരു കോമൺ ആയിട്ടുള്ള കാര്യം എന്താണെന്നൊന്ന് കണ്ടെത്തുക. ഇനി ദെൻ നെക്സ്റ്റ് വൺ, ഡിസ്കവർ ടെക്നിക് ടു കൾട്ടിവേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ സ്പെഷ്യൽ കസ്റ്റമർ റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കസ്റ്റമർ പേഷ്യന്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുന്ന രീതിയിലുള്ള ടെക്നിക്സുകളൊക്കെ കൊണ്ടുവരിക. ദെൻ ടു വേ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, അവരുടെ ലെവല് മനസ്സിലാക്കിയിട്ട് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ദെൻ അവരുടെ ഫീഡ്ബാക്ക് ഒന്ന് മനസ്സിലാക്കുക. Then പിന്നെ പറഞ്ഞത് ഐഡന്റിഫൈ സ്പെസിഫിക് പ്രോബ്ലംസ്, സർവീസ് പ്രോഗ്രാം ആൻഡ് അപ്ലൈ ട്രീറ്റ്മെന്റ്. എന്താണ് അവരുടെ സ്പെസിഫിക് പ്രോബ്ലം മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, സ്പെസിഫിക് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക. ദെൻ നമ്മൾ പറഞ്ഞത് ഫ്രണ്ട് ഓഫീസിന്റെ ഫങ്ഷൻസ് ആണ്. ഫസ്റ്റ് ഫങ്ഷൻ ആണ് രജിസ്ട്രേഷൻ. നമ്മൾ പറഞ്ഞു ഒരു പേഷ്യന്റിന്റെയോ സംബന്ധിച്ച് വരുന്നിട്ടുള്ള കൺസൾട്ടന്റ് സംബന്ധിച്ച് വരുന്ന രജിസ്ട്രേഷൻ ആണ് ഇവിടെ ചെയ്യുന്നത്. അവര് രജിസ്റ്റർ ചെയ്യുന്നത് എന്തൊക്കെയാണ്? മെഡിക്കൽ റെക്കോർഡ്, അഡ്മിഷൻ, ബില്ലിംഗ്, വാർഡ്, ഡയഗ്നോസ്റ്റിക് ആൻഡ് അതേഴ്സ്. പിന്നെ നമ്മൾ പറഞ്ഞു ഒരു പേഴ്സണൽ ഡാറ്റ എന്ന് പറയുന്നത് ആ ഒരു പേഷ്യന്റിനെ സംബന്ധിച്ച് വരുന്ന ഇൻഫോർമേഷൻസ്, അയാളെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് ഇൻഫോർമേഷൻസ് ആണ്. ദെൻ
ഇൻഫർമേഷൻ റിലേറ്റഡ് ടു നമുക്ക് പേഷ്യൻസിന് കൊടുക്കുന്ന ഇൻഫർമേഷൻസ് എന്താണെന്ന് കേട്ടോ. താരിഫ്, സീനിയർ സിറ്റിസൺ ക്ലബ്, അതർ പാക്കേജസ് ഉണ്ടെങ്കിൽ അങ്ങനെ, അതർ ഇൻവെസ്റ്റിഗേഷൻ, ലബോറട്ടറി, അങ്ങനെയുള്ള കാര്യങ്ങൾ, എമർജൻസി, ഇൻപേഷ്യൻ. ദെൻ നമ്മൾ മൂന്നാമത് പറഞ്ഞു താരിഫ് മീൻസ് നമുക്ക് ഈ ടാക്സും കാര്യങ്ങളും അങ്ങനത്തെ ഉള്ള കേസസ് ഒക്കെ വരില്ലേ, എല്ലാ കേസിലൊന്നും വരില്ല അത്. സോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ഒന്ന് പറഞ്ഞു കൊടുക്കാം കേട്ടോ. നിങ്ങൾ അത് ആ പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കിയാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഉള്ളിൽ നിന്നൊന്നും ക്വസ്റ്റ്യൻ ചോദിക്കില്ല കേട്ടോ. ടാക്സ് റിലേറ്റഡ് തന്നെയാണ്, അതാ ഞാൻ പറഞ്ഞത്, ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ളത്. എല്ലാ കേസസിലൊന്നും എല്ലാ പേഷ്യന്റിനും അതൊന്നും വരില്ലല്ലോ. ഇപ്പൊ ആക്സിഡന്റ് കേസുകൾ അങ്ങനെയുള്ള കേസസ് ഒക്കെ വരുമ്പോഴായിരിക്കും. ജസ്റ്റ് നിങ്ങൾ ആ പോയിന്റ്സ് മാത്രം ഒന്ന് നോക്കി വെക്കാം കേട്ടോ. അതിൽ കൂടുതൽ എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും പഠിക്കണ്ട. അതിന്റെ ഉള്ളിൽ വരുന്നിരിക്കുന്ന പോയിന്റ്സ് മാത്രം നിങ്ങളൊന്ന് നോക്കിയാൽ മതി കേട്ടോ. ദെൻ നമ്മൾ പറഞ്ഞു ക്യാഷ് കളക്ഷൻ അല്ലെ. ക്യാഷ് കളക്ഷൻ ഞാൻ പറഞ്ഞല്ലോ, ഇനി റിപ്പീറ്റ് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല. അങ്ങനെ ഡേ ഷിഫ്റ്റ് സ്റ്റാഫുകൾ ഉണ്ടാകും. അപ്പൊ അവരുടെ ഷിഫ്റ്റിന്റെ കറക്റ്റ് ടൈമിനുള്ളിലത്തെ ക്യാഷ് മാത്രം കളക്ട് ചെയ്യുക, പ്രോപ്പർ ആയിട്ട് അതെല്ലാം കണക്ക് കൂട്ടിയിട്ട് നെക്സ്റ്റ് അടുത്ത ഷിഫ്റ്റിന്റെ ആള് ഡ്യൂട്ടിക്ക് വരുമ്പോ ആ ഒരു എമൗണ്ട് എന്ത് ചെയ്യുക, ഹാൻഡ് ഓവർ ചെയ്ത് കൊടുക്കുക. ദെൻ നമ്മൾ പറഞ്ഞു എൻക്വയറി ഹാൻഡിലിംഗ് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെ. നമ്മൾ പറഞ്ഞു ഫ്രണ്ട്ലി, മര്യാദയോട് കൂടിയൊക്കെ ചെയ്യണം. പിന്നെ എന്താണ്, ക്ഷമയോട് കൂടി അതൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുക. പിന്നെ അവരുടെ വ്യൂ പോയിന്റ്സ് ഒക്കെ കേൾക്കണം, അല്ലെങ്കിൽ അവരുടെ ക്രിറ്റിസിസം, അവരുടെ ഒരു വിലയിരുത്തലും കൂടി നമുക്ക് ആവശ്യമാണ്. ദെൻ നമ്മൾ പറഞ്ഞു സെൻസസ് റിപ്പോർട്ടും മറ്റ് അതർ റിപ്പോർട്ട്സുകളും കൂടി തയ്യാറാക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെ കാരണങ്ങളാലാണ് കസ്റ്റമർ ലീവ് ചെയ്ത് പോകുന്നത്. 1% ആളുകൾ എന്ത് ചെയ്യുന്നു, ഡൈ അല്ലെ, മരിച്ചു പോകുന്നു. ദെൻ മൂവ് അവേ, 3% മൂവ് അവേ, and 5% develop other relationship, 9% leave for competitive reasons, and 14% are dissatisfied with the product or service. Then 68 leave because the root of discourteous services. അപ്പോ ഇവിടെ നമ്മൾ നോക്കാം, ഏറ്റവും ടോപ്പ് ആയിട്ട് കിടക്കുന്നത് 68 ആണ്. സോ മെയിൻ റീസൺ ഉദ്ദേശിക്കുന്നത് ഈ ഒരു 68% ആയിരിക്കും നിങ്ങൾ മനസ്സിലാക്കുക. ദെൻ നമ്മൾ പറഞ്ഞു കസ്റ്റമർ ആഗ്രഹിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്, അവർക്ക് ട്രീറ്റ് ചെയ്യണം, വാല്യൂ കൊടുക്കണം അല്ലെ, പിന്നെ ഹെൽപ്പ്, ലിസൺ ആൻഡ് ഇൻവൈറ്റ് ബാക്ക്. ദെൻ നമ്മൾ ലാസ്റ്റ് വൺ പറഞ്ഞത് ഫ്രണ്ട് ഓഫീസിന്റെ അണ്ടറിൽ വരുന്നത് ഏതൊക്കെയാണ് ഒരു ഫ്രണ്ട് ഓഫീസിന്റെ കീഴിൽ വരുന്ന ഏരിയകൾ എന്നാണ്. അതായത് ഔട്ട് പേഷ്യന്റ് OPD ആ ഒരു വരുന്ന ഏരിയകള്. റിസപ്ഷൻ വരും, മെയിൻ റിസപ്ഷൻ, കൺസൾട്ടന്റ് റൂം, ഡോക്ടേഴ്സിന്റെ കൺസൾട്ട് ചെയ്യുന്ന റൂമുകള്, ഡയഗ്നോസ്റ്റിക്, ECG, എക്കോ, MRI, CT സ്കാൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ. ഈ ECG എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, ഇലക്ട്രോ കാർഡിയോഗ്രാം. അതുപോലെ തന്നെയാണ് എക്കോ എന്ന് പറയുന്നതും എക്കോ കാർഡിയോഗ്രാം ആണ് കേട്ടോ. ഈ എക്കോ എന്ന് ഷോർട്ട് ആക്കി പറയുന്നുള്ളൂ. എക്കോ കാർഡിയോഗ്രാം ആണ് ECG, ഇലക്ട്രോ കാർഡിയോഗ്രാം, മറ്റേത് എക്കോ കാർഡിയോഗ്രാം. ഓക്കെ, നിങ്ങൾ എക്സ്ട്രാ പോയിന്റ്സ് ഒന്നും നിങ്ങൾ ആ പോയിന്റ് മാത്രം ഒന്ന് പഠിച്ചാൽ മതി. നമുക്ക് എസ്സേ ടൈപ്പ് ഒന്നും വരുന്നില്ലല്ലോ. നിങ്ങൾ പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അയച്ചു തന്നിരിക്കുന്ന PDF നിങ്ങൾ പഠിക്കുക. എക്സ്ട്രാ നമുക്ക് നോട്ട്സിന്റെ ആവശ്യം വരുന്നില്ല ഇവിടെ. പിന്നെ എന്തെങ്കിലും എക്സ്ട്രാ ചില കുഞ്ഞു പോയിന്റ്സ് ഒക്കെ ഉണ്ടെങ്കിലാണ് നിങ്ങൾക്ക് ടീച്ചേഴ്സ് നോട്ട് തരുന്നത്. സോ അത് കറക്റ്റ് ആയിട്ട് ചെയ്യുക. അല്ലാണ്ട് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് നോട്ട്സ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അത് അവൈലബിൾ അല്ല അല്ലെ. നമുക്കറിയാം, അത് നമുക്ക് ആകെ ഒരു 1 hour ക്ലാസ് ആണ്. നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ കയറുന്ന ഒത്തിരി പേരുണ്ട്, ലൈവ് ക്ലാസ്സിൽ കയറാൻ പറ്റാത്ത കുട്ടികളുണ്ട് അല്ലെ. നമ്മൾ അതിൽ കയറാൻ പറ്റാതെ റെക്കോർഡ് ക്ലാസ് കാണുന്ന കുട്ടികളുണ്ട്. സോ നമുക്ക് തമ്മിലുള്ളൊരു ഇന്ററാക്ഷൻസ് നമുക്കത് പോസിബിൾ അല്ല അല്ലെ. നമ്മൾ മാക്സിമം ഇന്ററാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിൽ കുറച്ച് കംപ്ലൈൻസുകളും കാര്യങ്ങളും നമുക്ക് വരുന്നുണ്ട് കൂടുതലായിട്ട്. കാരണം റെക്കോർഡ് ക്ലാസ് കാണുന്ന നിങ്ങൾക്ക് ഓക്കെ ആയിരിക്കും അല്ലെ. ലൈവ് ക്ലാസ്സിൽ നമുക്ക് ഇന്ററാക്ഷൻ വേണം. അതൊരു എന്താ പറയാ, ഒരു നമുക്ക് പ്രോപ്പർ ആയിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ ഒരു ഇന്ററാക്ഷൻ ആവശ്യമായിരുന്നു അല്ലെ. പക്ഷെ അത് റെക്കോർഡ് ക്ലാസ്സിൽ നമുക്ക് ഒരാൾ നിങ്ങൾ മ്യൂട്ട് ചെയ്തില്ല എങ്കിൽ പലവർക്കും അത് നമ്മൾ പറയുന്നത്, ഇപ്പൊ ടീച്ചേഴ്സ് പറയുന്നത് ഭയങ്കര ബ്രേക്ക് ഔട്ട് ആയിട്ടൊക്കെയാണ് അവർക്ക് കേൾക്കുന്നത്. അപ്പൊ അവർക്ക് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് ലഭിക്കുന്നില്ലെന്നാണ് നമുക്ക് ഒത്തിരി കംപ്ലൈന്റ്സ് വരുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങളോട് കമ്പൽസറി ആയിട്ട് എല്ലാവരും മ്യൂട്ട് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പൊ ഇടയ്ക്ക് അങ്ങനെ ഡിസ്റ്റർബ് വരുന്നത് കൊണ്ടാണ് നമ്മൾ ഓൾ മ്യൂട്ട് കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾ വേറെ ഒന്നും വിചാരിക്കണ്ട. നമ്മള് ഇന്ററാക്ഷൻസ് ഒക്കെ നല്ലതാണ്, പക്ഷെ ഇങ്ങനൊരു കേസും കൂടെ നമുക്ക് വരുന്നുണ്ടല്ലോ, റെക്കോർഡ് ക്ലാസ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാനിപ്പോ എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് തംസ് ചെയ്യുകയോ അല്ലെങ്കിൽ എന്താ പറയാ കമന്റ്സ് എന്തെങ്കിലും നിങ്ങൾ ഇട്ടോളൂ, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ക്ലാസ്സിനിടയിൽ ഇപ്പൊ ഒരാൾ സംശയം ചോദിച്ചു, നമുക്ക് പറഞ്ഞു തന്നെ ബുദ്ധിമുട്ടില്ല. പക്ഷെ ഒരു ലാസ്റ്റ് 10 minutes നമുക്ക് ഇതുപോലെ എന്തെങ്കിലും
ഇന്ററാക്ഷൻസും കാര്യങ്ങളും വെക്കാം. സോ അതുകൊണ്ട് ഇനിയുള്ള നെക്സ്റ്റ് ക്ലാസ്സിൽ എന്റെ ക്ലാസ്സിൽ മാത്രമല്ല എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളിലും നിങ്ങൾ ഇപ്പൊ ടീച്ചേഴ്സ് പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ കമ്പൽസറി ആയിട്ട് നമ്മൾ അങ്ങനെ മ്യൂട്ട് ചെയ്യുകയാണ്. നല്ല രീതിയിൽ നമുക്ക് നമ്മുടെ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകണ്ടേ. ഓക്കെ, നിങ്ങൾ കുഞ്ഞു കുട്ടികളൊന്നല്ലോ, അത്യാവശ്യം പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിവുള്ളവരാണ് അല്ലേ. സോ അപ്പൊ അതൊക്കെ അനുസരിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ, ഒന്ന് കീപ്പ് ചെയ്ത് പോകണം കേട്ടോ. ദെൻ ഓക്കെ, ഇനി നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ എങ്ങനെ പോകണം? എല്ലാ ക്ലാസ്സുകളും നല്ല രീതിയിൽ പോകുന്നുണ്ടോ? നിങ്ങളുടെ നല്ല ഫീഡ്ബാക്ക്? രീതിയിൽ പോകുന്നുണ്ട്. ഓക്കെ, നല്ല രീതിയിൽ എല്ലാ ക്ലാസ്സും പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഓക്കെ അല്ലേ എല്ലാവരും, എല്ലാ ടീച്ചേഴ്സിന്റെ ക്ലാസ്സുകളൊക്കെ? ഇപ്പം പുതിയതായിട്ട് വന്ന മിസ്സിന്റെ ക്ലാസ് ഭയങ്കര സ്പീഡ്, ഒന്നും അങ്ങോട്ട് പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുന്നില്ല. ഓക്കെ, സ്പീഡ് കൂടുതൽ. ഓക്കെ, നമ്മളത് നമുക്ക് എന്തായാലും അത് പരിഹാരം കണ്ടെത്തി തരും കേട്ടോ. സ്പീഡ് ചിലപ്പോൾ നമുക്ക് ചിലൊരു ഫ്ലോയിൽ പോകും. ഞാനും ഇടയ്ക്ക് നിങ്ങളോട് ചോദിക്കാറുണ്ട്, സ്പീഡ് കൂടുമ്പോൾ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം. നമ്മൾ ചിലപ്പോ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ക്ലാസ് എടുക്കണല്ലേ, അപ്പോൾ അതിന്റെ ഒരു ചിലപ്പോൾ പ്രശ്നം വന്നേക്കാം. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ടീച്ചറോട് തന്നെ ഒന്ന് പറയാ, ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ ടീച്ചർ ഇങ്ങനെ സ്പീഡ് കൂടുന്നുണ്ട്, കുറച്ച് സ്പീഡ് ഒക്കെ കുറയ്ക്കണം, ഞങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്ന് നിങ്ങൾ തന്നെ ഒന്ന് കമന്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ടീച്ചറോടൊന്ന് പറയാം കേട്ടോ. മാക്സിമം നമ്മൾ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒക്കെ വരുത്താണ്ടിരിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പൊ ഇതുവരെയൊക്കെ നന്നായിട്ടൊന്ന് വായിച്ചൊക്കെ വെക്കാം കേട്ടോ. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ, താങ്ക് യു ഓൾ. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am. താങ്ക് യു മാം. Thank you, ma'am.